ഹരി ഓം ഹരി ഓം. നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ
നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ഒരധ്യായം പൂർത്തീകരിച്ചു. മന്വന്തരാനുചരിതം എന്ന് പറയുന്ന ആ വിഷയമാണ് ഈ അഷ്ടമസ്കന്ധം മുഴുവൻ. അപ്പം അതിൻ്റെ ആരംഭം ആദ്യത്തെ അധ്യായത്തിൽ 3 മന്വന്തരങ്ങളിലുള്ള ഭഗവാന്റെ അവതാരത്തെയും മറ്റ് ഭഗവാന്റെ വിഭൂതികളായ മന്വന്തര ഷക്കം എന്നറിയപ്പെടുന്ന ഭരണ വ്യവസ്ഥയെയും കുറിച്ച് സൂചിപ്പിച്ച ശേഷം 4-ാം മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താമസ മന്വന്തരം, ആ മന്വന്തരത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു, എന്നിട്ട് ഗജേന്ദ്രനെ മുതലയിൽ നിന്ന് രക്ഷിച്ചു എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന് പരീക്ഷിത് രാജാവിൻ്റെ ആ ശ്രദ്ധയോടെയുള്ള ജിജ്ഞാസ, അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ ശുകബ്രഹ്മർഷി ആ ഗജേന്ദ്രമോക്ഷം പറയാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി ആ ഗജേന്ദ്രമോക്ഷം കഥ ആരംഭിക്കുന്നു. 3 അധ്യായങ്ങളായിട്ടാണ് ഗജേന്ദ്രമോക്ഷം കഥയുള്ളത്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ ആ ഗജേന്ദ്രന്റെ പ്രഭാവത്തെ പറയാൻ വേണ്ടി അദ്ദേഹം ത്രികൂടാചലത്തിൽ എങ്ങനെയാണ് ഗജ സമൂഹത്തിന്റെ മുഴുവൻ രാജാവായി വിലസിയിരുന്നത്, ആ ത്രികൂടാചലം എത്ര സമൃദ്ധമായിരുന്നു, അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ഐശ്വര്യങ്ങളും എല്ലാം വർണ്ണിക്കുകയാണ്. അവസാനം ഒരു വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ ജലാശയം അന്വേഷിച്ച് നടക്കുന്ന ഗജേന്ദ്രനും കൂട്ടരും ഒരു താമര പൊയ്കയിൽ ചെന്ന് ഇറങ്ങി വെള്ളം കുടിച്ച് മതിക്കുന്നതും അവിടുന്ന് കയറാറായപ്പോൾ കാലിൽ മുതല പിടിക്കുന്നത് വരെയുള്ളതായിട്ടുള്ള കഥയാണ് ഈ 1-ാം അധ്യായം. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലും ഗജേന്ദ്രന്റെ ഗംഭീരമായിട്ടുള്ള സ്തുതി, ഭഗവാൻ വന്ന ഗജേന്ദ്രനെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഭാഗം വരും. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിൽ ഗജേന്ദ്രൻ എന്തുകൊണ്ട് ഗജേന്ദ്രനായി എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ശാപകഥയും മറ്റുമൊക്കെ പറഞ്ഞ് ഗജേന്ദ്രമോക്ഷം കഥയുടെ ഫലശ്രുതി വളരെ വിസ്തരിച്ച് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. അപ്പം അങ്ങനെ 3 അധ്യായങ്ങളായിട്ടാണ് ഗജേന്ദ്രമോക്ഷം കഥയുള്ളത്. അത് നമുക്ക് ആദ്യത്തെ അധ്യായം വായിക്കാം. അഷ്ടമസ്കന്ധത്തിലെ 2-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉള്ളിൽ വന്നിരിക്കാം രാജൻ. അകത്തിരുന്നോളൂ. എവിടെ വേണമെങ്കിൽ ഇരുന്നോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.
അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ദ്വിതീയോऽധ്യായः. ശ്രീശുക ഉവാച ആസീദ്ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ ക്ഷീരോദേനാവൃതഃ ശ്രീമാൻ യോജനായുതമുച്ഛ്രിതഃ താവതാ വിസ്തൃതഃ പര്യക്ത്രിഭിഃ ശൃംഗൈഃ പയോനിധിം ദിശഖം രോചയന്നാസ്തേ രൗപ്യായസ ഹിരണ്മയൈഃ അന്യൈശ്ച കകുബഃ സർവാ രത്നധാതു വിചിത്രിതൈഃ നാനാദ്രുമലതാഗുൽമൈഃ നിർഘോഷൈർനിർജ്ജരാംബസാം സ ചാവനിജ്യമാനാംഗ്രിഃ സമന്താത്പയ ഊർമിഭിഃ കരോതി ശ്യാമളാം ഭൂമിം ഹരിന്മരകദാശ്മഭിഃ സിദ്ധചാരണഗന്ധർവവിദ്യാധരമഹോരഗൈഃ കിന്നരൈരപ്സരോഭിശ്ച ക്രീഡദ്ഭിർജുഷ്ടകന്ദരഃ യത്ര സംഗീതസന്നാദൈഃ നതദ്ഗുഹം അമർഷയാ അഭിഗർജന്തി ഹരയഃ ശ്ലാഘിനഃ പരശങ്കയാ നാനാരണ്യപശുവ്രാതസങ്കുലദ്രോണ്യലങ്കൃതഃ ചിത്രദ്രുമസുരോദ്യാനകളകണ്ഡവിഹംഗമഃ സരിൽ സരോഭിർഅച്ഛോദൈഃ പുളിനൈർമണിവാലുകൈഃ ദേവസ്ത്രീമജ്ജനാമോദസൗരഭാംബനിലൈർയുതഃ തസ്യ ദ്രോണ്യാം ഭഗവതോ വരുണസ്യ മഹാത്മനഃ ഉദ്യാനം ഋതുമന്നാമ ആക്രീഡം സുരയോഷിതാം സർവതോലങ്കൃതം ദിവ്യൈഃ നിത്യം പുഷ്പഫലദ്രുമൈഃ മന്ദാരൈഃ പാരിജാതൈശ്ച പാടലാശോകചമ്പകൈഃ ചൂതൈഃ പ്രിയാളൈഃ പനസൈഃ ആമ്രൈരാമ്രാതകൈരപി ക്രമുകൈർനാളികേരൈശ്ച ഗർജുരൈർബീജപൂരകൈഃ മധുകൈഃ സാലതാലൈശ്ച തമാലൈർ അസനാർജുനൈഃ അരിഷ്ടോദുംബരപ്ലക്ഷൈർവടൈഃ കിംസുകചന്ദനൈഃ പിചുമന്ദൈഃ കോവിദാരൈഃ സരളൈഃ സുരദാരുഭിഃ ദ്രാക്ഷേക്ഷുരംബാജംബൂഭിഃ ബദര്യക്ഷാഭയാമലൈഃ ബിൽവൈഃ കപിത്തൈർജംബീരൈർവൃതോ ഭല്ലാദകാദിഭിഃ തസ്മിൻ സരസ്സു വിപുലം ലസത്കാഞ്ചന പങ്കജം കുമുദോത്പലകൽഹാരശതപത്രശ്രിയോർജിതം മത്തഷഡ്പദനിർഘുഷ്ടം ശകുന്തൈശ്ച കളസ്വനൈഃ ഹംസകാരണ്ഡവാഗീർണം ചക്രാഹ്വൈ സാരസൈരപി ജലകുക്കുടകോയഷ്ടിദാത്യൂഹകുലപൂജിതം മത്സ്യകച്ഛപസഞ്ചാരചലത്പദ്മരജഃ പയഃ കദംബവേദസ നളനീപവഞ്ചുളകൈർവൃതം കുന്ദൈകുരവകാശോകൈഃ ശിരീഷൈ കുടജേങ്കുതൈഃ കുബ്ജകൈ സ്വർണയൂധീഭിർനാഗപുന്നാഗജാതിഭിഃ മല്ലികാശതപത്രൈശ്ച മാധവീജാലകാദിഭിഃ ശോഭിതം തീരജൈശ്ചാന്യൈഃ നിത്യഋതുഭിർഅലം ദ്രുമൈഃ തത്രൈകദാ തദ്ഗിരികാനനാശ്രയഃ കരേണുഭിർവാരണയൂതപശ്ചരन् സ കണ്ഡകാൻ കീചകവേണുവേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ യദ്ഗന്ധമാത്രാധാരയോ ഗജേന്ദ്രാഃ വ്യാഘ്രാദയോ വ്യാളമൃഗാഃ സഗഡ്ഗാഃ മഹോരഗാശ്ചാപി ഭയാദ്രവന്തി സ ഗൗരകൃഷ്ണാഃ ശരഭാശ്ചമര്യഃ വൃഗാവരാഹ മഹിഷർക്ഷശല്യാഃ ഗോപുച്ഛസാലാവൃകമർക്കടാശ്ച അന്യത്ര ക്ഷുദ്രാ ഹരിണാഃ ശശാദയഃ ചരന്ത്യഭീതാ യദനുഗ്രഹേണ സഘർമ്മതപ്തഃ കരിഭിഃ കരേണുഭിഃ വൃതോ മദച്യുത്കളഭൈരനുദ്രുതഃ ഗിരിം ഗരിംനാ പരിതഃ പ്രകമ്പയൻ നിഷേവ്യമാണോളികുലൈർമദാശനൈഃ സരോനിലം പങ്കജരേണുരൂഷിതം ജിഗ്രൻ വിദൂരാത്മദവിഹ്വലേക്ഷണഃ വൃതസ്വയൂഥേന തൃഷാർജിതേന തത്സരോവരാഭ്യാസം അഗാഗമദ്രുതം വിഗാഹ്യ തസ്മിന്നമൃതംബുനിർമ്മലം ഹേമാരവിന്ദോത്പലരേണുമാസിതം പപൗ നികാമം നിജപുഷ്കരോദ്ധൃതം ആത്മാനമദ്ഭിഃ സ്നപയൻ ഗതക്ലമഃ.
സ്വപുഷ്കരേണോദ്ധൃതശീകരംബുഭിർനിപായയൻ സംസ്നപയൻ യഥാ ഗൃണീകരേണുഃ കളപാംശ്ച ദുർമദോ നാചഷ്ടകൃത്സ്രം കൃപണോ അജമായയാ തം തത്ര കശ്ചിന്നൃപദൈവ ചോദിതോ ഗ്രാഹോ ബലീയാംശ്ചരണേ രുഷാഗ്രഹീത യദൃച്ഛയൈവം വ്യസനം ഗതോ ഗജോ യഥാ ബലം സോതി ബലോ വിചക്രമേ തദാതുരം യൂതപതിം കരേണവോ വികൃഷ്യമാണം തരസാ ബലീയസാ വിചുക്രുശുരുധീനധിയോ പരേ ഗജാഃ പാർഷ്ണിഗ്രഹാ താരയിതും ന ചാശകൻ നിയുദ്യതോർ ഏവം ഇവേന്ദ്രനക്രയോഃ വികർഷതോർ അന്തരതോ ബഹിർമിതഃ സമാസഹസ്രം വ്യഗമൻ മഹീപതേ സപ്രാണയോശ്ചിത്രം അമം സദാമരാഃ തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂദ്വ്യയഃ വികൃഷ്യമാണസ്യ ജലേ വസീദതോ വിപര്യയോ ഭൂത് സകലം ജലൗകസഃ ഇത്തം ഗജേന്ദ്രസ്യ യഥാപസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരയൻ ആത്മവിമോക്ഷണേ ചിരം ദദ്യൗ ഇമാം ബുദ്ധിമതാഭ്യപദ്യത നമാമി മേ ജ്ഞാതയ ആതുരം ഗജാഃ കുതകരണ്യഃ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിദാതുരാവൃതോപി അഹം ച തം യാമി പരം പരായണം യഃ കശ്ചനേശോ ബലിനോന്തകോരകാത് പ്രചണ്ഡവേഗാദഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതിയദ്ഭയാത് മൃത്യു പ്രഗാവത്യരണം തമീമഹി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മന്വന്തരാനുചരിതേ ഗജേന്ദ്രോപാഖ്യാനേ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞു, അഷ്ടമസ്കന്ധത്തിലെ 1-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. 2-ാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചു. 1-ാം അധ്യായത്തിൽ മന്വന്തരാനുചരിതം, ഭഗവാന്റെ ഓരോ മന്വന്തരത്തിലുള്ള അവതാരങ്ങളും ലീലകളും വർണ്ണിച്ചുകൊണ്ട് ആരംഭിച്ചു. അതിൽ 3 മന്വന്തരങ്ങൾ പറഞ്ഞ ശേഷം 4-ാം മന്വന്തരത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ച് ഗജേന്ദ്രനെ മുതലയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് വളരെ ശ്രദ്ധയോടെ ചോദ്യം ചെയ്തു ശുകബ്രഹ്മർഷിയോട്, എപ്രകാരമാണ് ആ ഹരി ഭഗവാൻ ഗജപതിയെ, ഗ്രാഹഗ്രസ്തനായിരുന്ന ആ ഗജേന്ദ്രനെ മോചിപ്പിച്ചത്? അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഭഗവാന്റെ കഥകൾ അത് മഹത്താണ്, പുണ്യമാണ്, ധന്യമാണ്, സ്വസ്ത്യയനമാണ്, ശുഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ കഥകളിൽ ഭഗവാനെക്കുറിച്ച് നല്ലതുപോലെ കീർത്തിക്കപ്പെടുന്നു, വർണ്ണിക്കപ്പെടുന്നു. ആ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള നമുക്ക് ചെയ്യാവുന്ന കർത്തവ്യം. നമ്മളെ പവിത്രീകരിക്കുന്നതായിട്ടുള്ള കർമ്മമാണത്. അപ്പൊ ഇങ്ങനെ പരീക്ഷിത്ത് രാജാവ് ചോദ്യം ചെയ്തപ്പോൾ, പരീക്ഷിതാ ഏവം സതു ബാദരായണി പ്രായോപവിഷ്ടേന കഥാസു ചോദിത. പരീക്ഷിത്ത് രാജാവിനാൽ, ആ പ്രായോപവേശം ചെയ്ത പരീക്ഷിത്ത് രാജാവിനാൽ ആ ബാദരായണി അഥവാ വ്യാസപുത്രനായ ശുകബ്രഹ്മർഷി
ഇപ്രകാരം ഭഗവാന്റെ കഥകളെക്കുറിച്ച് പ്രേരിപ്പിച്ചപ്പോൾ ഉവാച വിപ്രാഹ പ്രതിനന്ദ്യ പാർത്ഥിവം മുദാ മുനീനാം സദസി സ്മ ശൃണ്വത. അല്ലയോ ശൗനകാദി ബ്രാഹ്മണരെ, ആ ശുഗബ്രഹ്മർഷി ആ പാർത്ഥിവനെ പ്രതിനന്ദിച്ചുകൊണ്ട്, രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പോ പരീക്ഷിത് രാജാവിന്റെ ആ ഒരു ശ്രദ്ധയെ അഭിനന്ദിച്ചുകൊണ്ട് ആ മുനിമാരുടെ ഹരിദ്വാരത്തിൽ ഈ പരീക്ഷിത് രാജാവിനെ ചുറ്റിക്കൊണ്ട് അനേക മുനിമാര് ഈ സംവാദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സദസ്സിൽ വെച്ച് അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ സുഖബ്രഹ്മർഷി ഈ കഥ പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം കഥ ആരംഭിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം നിർത്തിയത്. ഇവിടെ നമുക്ക് രണ്ടാം അധ്യായം നേരിട്ട് സുഖബ്രഹ്മർഷി ഗജേന്ദ്രമോക്ഷം ആരംഭിക്കുന്നു. അപ്പം അതിനാദ്യം എവിടെ വെച്ചാണ് ഈ ഗജേന്ദ്രന്റെ കഥ നടക്കുന്നത്, ആ പശ്ചാത്തല വർണ്ണനയാണ് വളരെ വിശദമായിട്ട് ത്രികൂടാചലം എന്ന് പറയുന്ന ആ പാലാഴിക്ക് മധ്യത്തിലുള്ളതായിട്ടുള്ള ത്രികൂടാചലം എന്ന് പറയുന്നതായിട്ടുള്ള ദേശം. നമ്മുടെ ശ്രീലങ്കയിലാണ് ത്രികൂടാചലം എന്നുള്ളതായിട്ടുള്ള ദേശം. അപ്പോൾ മരതക ദ്വീപ് എന്ന് ആ ശ്രീലങ്കയ്ക്ക് പേരുണ്ട്. പച്ചക്കല്ല് പോലെയുള്ള പച്ച പിടിച്ച ദ്വീപാണ് ശ്രീലങ്ക. അപ്പൊ അതിനെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ, ആ ദ്വീപിന്റെ മധ്യത്തിലുള്ള ത്രികൂടാചലം എന്നുള്ള പർവ്വതത്തെ വർണ്ണിക്കുന്നു. അവിടെയുള്ള സസ്യലതാദികളെക്കുറിച്ച്, അവിടെയുള്ള പക്ഷി മൃഗാദികളെക്കുറിച്ച് ഒക്കെ വർണ്ണിക്കുന്നു. ഒരു മഹാകാവ്യത്തിന് ഇങ്ങനെയുള്ള ചില വർണ്ണനകളൊക്കെ വേണം. അപ്പോഴാണ് അതിനെ ഒരു മഹാകാവ്യം എന്നുള്ള രീതിയിൽ അംഗീകരിക്കുക, കവികളുടെ ഇടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി എങ്ങനെയോ വ്യാസന്റെ വർണ്ണനയിൽ അതൊക്കെ വന്നുപെടുന്നുണ്ട്. നമ്മുടെ വാൽമീകി രാമായണം നമ്മൾ നോക്കിയാൽ അത് ആദികാവ്യം, ആദി മഹാകാവ്യം. 24,000 ശ്ലോകങ്ങളെ കൊണ്ടുള്ള വാൽമീകി രാമായണത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി വർണ്ണനയാണുള്ളത്. ശ്രീരാമസ്വാമിയുടെ കൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം വനത്തിൽ 14 വർഷം കഴിയുന്നതായിട്ടുള്ള കാലത്ത് ഏതൊക്കെ ദേശത്ത് പോണോ ആ ദേശത്തൊക്കെ ഉള്ളതായിട്ടുള്ള പ്രകൃതി ഭംഗിയെ എത്രയാ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി അത് ഘോരമായിട്ടുള്ള വനങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന രീതിയിലും മനോഹരമായിട്ടുള്ള എന്താ പറയുക, പൂന്തോട്ടങ്ങൾ നിറഞ്ഞ, പൂക്കൾ നിറഞ്ഞ, സസ്യശ്യാമളമായിരിക്കുന്ന, എന്താ പറയുക, ജലാശയങ്ങൾ നിറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് അവിടെ ചെന്ന് അനുഭവിക്കുന്ന ആ കുളിരും അവിടുത്തെ പൂക്കളുടെ ഗന്ധം പോലും നമ്മൾക്ക് അനുഭവിക്കുന്ന രീതിയിലാണ് വാൽമീകി രാമായണത്തിലെ വാൽമീകി മഹർഷിയുടെ വർണ്ണന. അതുകൊണ്ടാണ് അതിനെ കവികളൊക്കെ വളരെയധികം ആസ്വദിക്കുന്നത്. ആ വാൽമീകിയുടെ ചുവട് പിടിച്ചിട്ടാണ് പിന്നീടുള്ള കവികളൊക്കെ കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇവിടെ വ്യാസനും ആ കണക്കില് വാൽമീകിയുടെ പിൻഗാമിയാണ്. ഭാഗവതം ഒരു മഹാകാവ്യമാണ്. കാവ്യലക്ഷണങ്ങൾ തികഞ്ഞ ഒരു കാവ്യത്തിന് ഇതെല്ലാം ഉണ്ടാവും, ഇങ്ങനെയുള്ള വർണ്ണനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിമനോഹരമായിട്ട് ഈ ഒരു ഭൂപ്രദേശത്തെ, ആ ത്രികൂട പർവ്വതത്തെ എല്ലാം വർണ്ണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ നമുക്ക് എന്താ പറയുക, ഒരു കുറെ ജോഗ്രഫിക്കലായിട്ടുള്ള നോളജും കൂടെ കവികൾ നമുക്ക് തരികയാണ്. അവര് ഈ ദേശത്തൊക്കെ നേരിട്ട് പോകാതെ തന്നെ അവരുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതെല്ലാം കണ്ടിട്ടാണ് വർണ്ണിക്കുന്നത്. അവർക്ക് അതിനുള്ള കാഴ്ചയുണ്ടായിരുന്നു. ദീർഘദർശിത്വം, സൂക്ഷ്മദർശിത്വം, ക്രാന്തദർശിത്വം, ത്രികാലദർശിത്വം, ഇങ്ങനെ ആ ഒരു ദർശനമുള്ളവരാണ്, ഭാവനാസമ്പത്തുള്ളവരാണ് കവികൾ എന്ന് പറയുന്ന ഋഷികൾ. അപ്പൊ അവരുടെ ആ ഒരു ഭാവനയിൽ നിന്ന് അവർ കണ്ട് വർണ്ണിക്കുന്നതാണ്. നമുക്ക് നോക്കാം. അത്
അഷ്ടമസ്കന്ധേ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച ആസീദ് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധമുച്ഛ്രിതഃ. ശ്രീശുക ഉവാച ആസീദ് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധമുച്ഛ്രിതഃ. ശ്രീശുക ഉവാച. സുഖബ്രഹ്മർഷി ആരംഭിക്കുന്നു. ആസീദ് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുത. ഇവിടെ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ ഹേ രാജൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. ഗിരിവരഹ ആസീദ്, ഒരു പർവ്വതശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. എന്താ പേര്? ത്രികൂട ഇതി വിശ്രുത. ത്രികൂടം എന്നാണ് ആ പർവ്വതത്തിന്റെ പേര് പ്രശസ്തമായിരിക്കുന്നത്, വിശ്രുതമായിരിക്കുന്നത്. ആ പർവ്വതം ക്ഷീരോദേന ആവൃത ശ്രീമാൻ. ശ്രീമാനാണ് ആ പർവ്വതം. ആ പർവ്വതത്തെ ഐശ്വര്യ സമ്പൂർണം എന്ന് പറയാനാണ് ശ്രീമാൻ പർവ്വത. നല്ല ശ്രീയോടുകൂടിയതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളോടും സർവ്വ സസ്യലതാദികളോടും ധാതുക്കൾ നിറഞ്ഞിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ കാണാൻ ഭംഗിയുള്ളതും എന്താ പറയുക താമസയോഗ്യമായിരിക്കുന്നതും എല്ലാ സമൃദ്ധിയുമുള്ളതുമായിട്ടുള്ള ഒരു പർവ്വതമായിരുന്നു ത്രികൂട പർവ്വതം. ശ്രീമാൻ ക്ഷീരോദേന ആവൃത. അത് ആ പർവ്വതം ക്ഷീരോദത്താൽ ആവരണം ചെയ്യപ്പെടും. ക്ഷീരോദം എന്ന് പറഞ്ഞാൽ പാലാഴിയിലെ ഉദകം എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പൊ പാലാഴിയിലെ ജലം കൊണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ക്ഷീരോദകത്താൽ ആവരണം ചെയ്യപ്പെട്ട ചുറ്റപ്പെട്ടതായിട്ട് എത്രയാണ് അതിന്റെ വലിപ്പം? യോജനായുധം ഉച്ഛ്രിത. യോജന അയുധം, അയുധം യോജന ഉയർന്നിരിക്കുന്നത്, ഉച്ഛ്രിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. അപ്പൊ യോജന അയുധം, അയുധം 10,000. അപ്പൊ 10,000 യോജന ഉയരമുള്ളതായിട്ടുള്ള വലിയ പർവ്വതമാണ് ഈ ത്രികൂട പർവ്വതം. ആ ത്രികൂടം എന്നുള്ളതിനെ 3 കൂടങ്ങളായിട്ട് പറയാവുന്നതാണ്. സ്വർണം, വെള്ളി, അയസ് അഥവാ ഇരുമ്പ്, ഇങ്ങനെ 3 കൂടങ്ങൾ ഉള്ളതാണെന്ന് ഇവിടെ എവിടെയോ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ 3 കൂടം, ഒന്ന് സ്വർണമയമായിട്ട് തോന്നും, മറ്റൊന്ന് രജതവർണമായിട്ട് തോന്നും, മറ്റൊന്ന് കറുത്ത അഞ്ജന പർവ്വതം പോലെ തോന്നും. അങ്ങനെ 3 വർണ്ണങ്ങളോടുകൂടിയതായിട്ടുള്ള പർവ്വതമാണത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാണാം. താവതാ വിസ്തൃത പര്യക് ത്രിഭിശൃംഗൈഃ പയോനിധിം ദിശശ്ചരോജയന്നാസ്തേ രൗപ്യ ആയസ ഹിരൺമയൈഃ. അത് തന്നെ അടുത്ത ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. എന്താണ്? താവതാ വിസ്തൃത പര്യക് ത്രിഭിശൃംഗൈഃ പയോനിധിം ദിശശ്ചരോജയന്നാസ്തേ രൗപ്യ ആയസ ഹിരൺമയൈഃ. താവതാ വിസ്തൃത പര്യക്. പര്യക് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും ചുറ്റും എന്നർത്ഥത്തിലാണ്. അപ്പൊ ചുറ്റും താവതാ വിസ്തൃത, അത്ര തന്നെ വിസ്താരവുമുണ്ട് എന്ന് പറയാം. അപ്പൊ ഉയരം എത്രയാണ്? 10,000 യോജന ഉയരം എന്ന് പറഞ്ഞു. അപ്പൊ 10,000 യോജന വിസ്താരവും എന്നാണ് അർത്ഥമാക്കുന്നത്. അത്രയും യോജന വിസ്താരമുള്ളതാണ്. അതിങ്ങനെ താഴേക്ക് സ്തൂപികാകൃതിയിൽ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ താഴെ വിസ്താരം കൂടും, മുകളിലേക്ക് പോകുമ്പോൾ കൂടം. കൂടം എന്ന് പറഞ്ഞാൽ ശൃംഗമാണ്, കൊടുമുടികളാണ്. അത് 3 കൊടുമുടികളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോ ത്രിഭിഹി ശൃംഗൈഹി, ത്രിഭിശൃംഗൈഹി 3 ശൃംഗങ്ങളാണ്, ശിഖരങ്ങളാണ് അവയ്ക്കുള്ളത്. 3 കൊടുമുടികളാണ്. അത് പയോനിധിം ദിശശ്ച രോചയൻ ആസ്തെ. പയോനിധി ആ ജലരാശി അല്ലെങ്കിൽ പയോനിധി സമുദ്രം, ഇവിടെ ക്ഷീരസമുദ്രമാണ്. ആ ക്ഷീരസമുദ്രത്തെയും ദിക്കുകളെയും, ദിശശ്ച ദിക്കുകളെയും രോചയൻ ശോഭിപ്പിച്ചുകൊണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുള്ളതായിട്ടുള്ള ആ ഒരു റേഡിയേഷൻ, സ്വർണമയവും വെള്ളിമയവും ഒക്കെ ആയിരിക്കുന്ന ആ ശൃംഗങ്ങളുടേതായിട്ടുള്ള ഒരു പ്രകാശം ചുറ്റുപാടും ശോഭിപ്പിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. ദിശശ്ച പയോനിധിം രോചയൻ. ആ സമുദ്രത്തിലും അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, അന്തരീക്ഷത്തിലും അതിന്റെ പ്രകാശം ഉണ്ടാവും. അങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആസ്തേ ഉണ്ടായിരുന്നു. എങ്ങനെയുള്ളതാണ് ഈ ത്രിഭിശൃംഗൈഹി? 3 ശൃംഗങ്ങളെ കുറിച്ച് പറഞ്ഞതിനെയാണ് രൗപ്യ ആയസ ഹിരൺമയൈഹി. രൗപ്യം എന്ന് പറഞ്ഞാൽ വെള്ളി, രൂപ
രൂപകം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ വെള്ളിയെ സൂചിപ്പിക്കുന്നതാണ്. രൂപ്യം. അപ്പൊ രൗപ്യം എന്ന് പറഞ്ഞാലും വെള്ളി കൊണ്ട് വെള്ളിമയമായിരിക്കുന്ന ഒരു ശിഖരം. മറ്റൊരു ശിഖരം ആയസം. ആയസം എന്ന് പറഞ്ഞാൽ അയസ്, അയേൺ, ഇരുമ്പ്. ഇരുമ്പ് പോലെയുള്ളതായിട്ടുള്ള ഒരു ശിഖരം, അയൺമയമായിട്ടുള്ള ഒരു ശിഖരം. ഹിരൺമയം. ഹിരൺമയം എന്ന് പറഞ്ഞാൽ സ്വർണമയം. അപ്പൊ ഒരു ശിഖരം സ്വർണം പോലെ പ്രകാശിക്കുന്നതും മറ്റൊരു ശിഖരം വെള്ളി പോലെ ജ്വലിക്കുന്നതും മറ്റൊരു ശിഖരം കറുത്ത ഇരുമ്പ് പോലെ, കാരിരുമ്പ് പോലെ ശോഭിക്കുന്നതും. നമ്മൾക്ക് ഹിമാലയത്തിൽ പോയാലും ഇങ്ങനെ വിവിധ ശിഖരങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഒക്കെ തെളിഞ്ഞു കാണാം. അപ്പോ ആ സൂര്യകിരണങ്ങൾ ഏത് ദിക്കിൽ നിന്ന് എങ്ങനെ അടിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിന്റെ കൊടുമുടികളുടെയൊക്കെ റിഫ്ലക്ഷൻ. ഒരേ പർവ്വതത്തിന്റെ തന്നെ ഒരു ഭാഗം സ്വർണ്ണമയമായിട്ട് കാണാം, വേറൊരു ഭാഗം വെള്ളിമയമായിട്ട് കാണാം, വേറൊരു ഭാഗം കറുത്തിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഹിമാലയത്തിൽ പോയാലും കാണാം. അവിടെ മഞ്ഞും ഗ്ലേസിയേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അതിലുള്ള റിഫ്ലക്ഷൻസും കൂടിയാണ് അവിടെ ഹിമാലയത്തിൽ. ഇവിടെ പിന്നെ സ്വർണം, വെള്ളി, ഇരുമ്പ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ധാതുക്കൾ നിറഞ്ഞതായിരിക്കും ഈ കൊടുമുടികൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രൗപ്യ ആയസഹിരൺമയൈഹി, അങ്ങനെ ദിക്കുകളെ ശോഭിപ്പിച്ചുകൊണ്ട് ഈ ത്രികൂട പർവ്വതം ഇങ്ങനെ വിരാജിക്കുന്നു. അന്യൈശ്ച കകുബഃസർവാ രത്നധാതു വിചിത്രിതൈഃ നാനാദ്രുമലതാഗുൽമൈഃ നിർഘോഷൈർനിർജരാംബസാം. അന്യൈശ്ച കകുബഃസർവാ രത്നധാതു വിചിത്രിതൈഃ നാനാദ്രുമലതാഗുൽമൈഃ നിർഘോഷൈർനിർജരാംബസാം. അപ്പോ അന്യൈശ്ച കകുബഃ സർവാ രത്നധാതു വിചിത്രിതൈഃ. ഇവിടെ അന്യൈശ്ച രത്നധാതു വിചിത്രിതൈഃ നാനാദ്രുമലതാഗുൽമൈഃ നിർജരാംബസാം നിർഘോഷൈഃ കകുബഃ സർവാഹ രോചയൻ ആസ്തേ എന്ന് പൂർവ്വ ശ്ലോകത്തില് രോചയൻ ആസ്തേ എന്നുള്ള ആ ഭാഗം ഇതിലേക്കും ചേർത്ത് അന്വയിക്കണം. പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. രോചയൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചുകൊണ്ട്, ആസ്തേ ഭവിച്ചിരിക്കുന്നു, ഇരിക്കുന്നു എന്നർത്ഥത്തില്. അപ്പൊ ആ ക്രിയാപദവും എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് അവിടുന്ന് എടുത്ത് ഇവിടേക്കും അന്വയിക്കണം. അപ്പൊ എന്തൊക്കെ കൊണ്ട്? അന്യൈഹി രത്നധാതു വിചിത്രിതൈഹി. അന്യൈഹി എന്ന് പറഞ്ഞാൽ മറ്റ് ചില ശൃംഗങ്ങളും ഉണ്ട്. 3 പ്രധാന ശൃംഗങ്ങളാണ് ഈ പറഞ്ഞ അയസ് അല്ലെങ്കിൽ രൗപ്യം, ഹിരൺമയം മുതലായ 3 പ്രധാന കൊടുമുടികളും. അന്യൈഹി ശൃംഗൈഹി എന്നെടുക്കണം. മറ്റ് കൊടുമുടികളും ഉണ്ട്, ചെറിയ ചെറിയ കൊടുമുടികള്. അതിൽ എന്തൊക്കെയാണ്? രത്നധാതു വിചിത്രിതൈഹി, രത്നങ്ങളാലും ധാതുക്കളാലും വിചിത്രങ്ങൾ നാനാവർണ്ണങ്ങളാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കൊടുമുടികളും പല വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. അതിന് കാരണം അതിലുള്ള ധാതു സമ്പത്താണ്. അങ്ങനെ അന്യൈ ശൃംഗൈഹിച്ച, അതുപോലെ നാനാ ദ്രുമലതാഗുൽമൈഹി. നാനാ ദ്രുമലത, ദ്രുമമെന്നാൽ വൃക്ഷം, ലതകൾ എന്നാൽ വള്ളികൾ. അപ്പൊ വൃക്ഷലതാദികളെ കൊണ്ട്, അതുപോലെ ഗുൽമങ്ങൾ എന്ന് പറഞ്ഞാൽ വള്ളിക്കുടിലുകളാണ്. അവിടെ കട്ട പിടിച്ചു നിൽക്കുന്ന പോലെയുള്ളതായിട്ടുള്ള വള്ളിക്കുടിലുകൾ, അതിനാണ് ഗുൽമങ്ങൾ എന്ന് പറയുക. അപ്പൊ ഗുൽമങ്ങളാലും ശോഭിക്കുന്നു രോചയൻ ആസ്തേ എന്നർത്ഥം. മാത്രമല്ല നിർഘോഷൈഹി നിർജരാംബസ. നിർജരാംബസ്സുകൾ എന്ന് പറഞ്ഞാല് ഗുഹകളിൽ നിന്നും അല്ലെങ്കിൽ പർവ്വതത്തിൽ നിന്നുമൊക്കെ ഒഴുകി വരുന്നതായിട്ടുള്ള ജലരാശികൾ. അമ്പസ്സുകൾ എന്ന് പറഞ്ഞാല് നദികളും അരുവികളും ഒക്കെ അങ്ങനെ ഈ പർവ്വതത്തിൽ നിന്ന് ഒലിച്ചു വരുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാവും പല ഭാഗത്തുമായിട്ട്. അങ്ങനെ നദീജലങ്ങളുടെ നിർഘോഷൈഹി, നിർഘോഷം, നിതരാം ഘോഷം, നല്ല ഘോഷം, നല്ല ശബ്ദ കോലാഹലമുണ്ട്. ഈ കളകളാരവങ്ങളും വെള്ളച്ചാട്ടത്തിന്റെ കുതിച്ചുചാട്ടത്തിന്റെ എന്താ പറയുക ആ നാദവും എല്ലാം കൂടി നിർഘോഷങ്ങളെ കൊണ്ടും. കകുബഹ സർവാഹ, സർവാഹ കകുബ. കകുപ്പ് എന്ന് പറഞ്ഞാൽ ദിക്കാണ്. കകുപ്പ് എന്ന് പറഞ്ഞാല് ദിക്കുകളെ, സർവാഹ എല്ലാ ദിക്കുകളെയും മുൻ ശ്ലോകത്തിൽ പറഞ്ഞ രോചയൻ ആസ്തേ പ്രകാശിപ്പിച്ചുകൊണ്ട്, ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ശോഭിക്കുന്നു എന്നർത്ഥം. അപ്പൊ അങ്ങനെ
ത്രികൂട പർവ്വതത്തിൽ പ്രധാനമായിട്ട് 3 കൊടുമുടികൾ, അന്യങ്ങളായ ചെറിയ കൊടുമുടികളും ഉണ്ട്. അവയിൽ മറ്റ് ധാതുക്കളുമൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. അതുപോലെ സസ്യലതാദികളും എന്താ പറയുക വള്ളിക്കുടിലുകളും ഒക്കെ ധാരാളമുണ്ട്. ജലാശയങ്ങൾ അല്ലെങ്കിൽ നദികളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ശബ്ദിച്ചുകൊണ്ട് അവിടെ ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള ആ ത്രികൂടാചലം സചാവനിജ്യമാനാംഗ്രിഹി സമന്താത്പയ ഊർമിഭിഃ കരോതി ശ്യാമളാം ഭൂമിം ഹരിന്മരകദാശ്മഭിഃ. സചാവനിജ്യമാനാംഗ്രിഹി സമന്താത്പയ ഊർമിഭിഃ കരോതി ശ്യാമളാം ഭൂമിം ഹരിന്മരകദാശ്മഭിഃ. സച അവനാകട്ടെ എന്നാണ്. ആരാവൻ? ഈ പർവ്വതരാജ ത്രികൂടാചലം എന്ന പർവ്വതൻ. ആ പർവ്വതത്തെയാണ് സഹ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ പർവ്വതം അവനിജ്യമാന അംഗ്രിഹി സമന്താത് പയ ഊർമിഭിഹി. സമന്താത് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും ചുറ്റുപാടും എന്നൊക്കെ അർത്ഥം. ചുറ്റുപാടും പയ ഊർമിഭിഹി. പയ ഊർമികൾ എന്ന് പറഞ്ഞാൽ വെളുത്ത തിരമാലകൾ, പാൽ തിരമാലകളെ കൊണ്ട്. ഊർമി എന്നാൽ തിരമാല, പയസ് എന്നുള്ളത് ഇവിടെ ക്ഷീരോദമാണ് അല്ലെ, പാൽക്കടലാണ്. അപ്പൊ നല്ല വെളുത്ത വർണ്ണത്തിലുള്ളതായിട്ടുള്ള ആ പാൽ പോലെയുള്ളതായിട്ടുള്ള ജലം കൊണ്ട് ഊർമികൾ അടിക്കുന്നുണ്ട്, തിരമാലകൾ അടിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യപ്പെടുന്നു? ഈ പർവ്വതത്തിന്റെ കാല് കഴുകി കൊടുക്കുന്നത് പോലെ. അതാണ് അവനിജ്യമാന അംഗ്രിഹി. അംഗ്രി എന്നാൽ പാദം, അവനിജ്യമാനം എന്ന് പറഞ്ഞാൽ അവനേജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാല് കഴുകലാണ്. പാദാവനേജനം. അപ്പോൾ അവനേജനം ചെയ്യപ്പെടുന്ന കാലുകളോട് കൂടിയിട്ട്. അപ്പോൾ കാണുന്നവർക്ക് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഒരു രാജകീയമായ പ്രൗഢിയോടെ ഈ പർവ്വതരാജൻ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. അവന്റെ കാലുകളെ വന്ന് ഈ ജലരാശി, ഈ ക്ഷീരോദം, അതിലെ തിരമാലകൾ വന്നിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണു, കാല് കഴുകി കൊടുത്തുകൊണ്ട് ഇരിക്കണു, അവനെ സേവിക്കുന്നു എന്നർത്ഥം. അവന്റെ ആ പ്രൗഢിയെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ അവനിജ്യമാനാംഗ്രിഹി സമന്താത് പയ ഊർമിഭിഹി കരോതി ശ്യാമളാം ഭൂമിം ഹരിൻ മരകത അശ്മഭിഹി. അദ്ദേഹം ചുറ്റുപാടുള്ള അദ്ദേഹത്തിന്റെ ഭൂമിയെ, ഈ പർവ്വതരാജനിലുള്ള ഭൂപ്രദേശങ്ങളെ മുഴുവൻ ഭൂമിയും ശ്യാമളാം കരോതി, ഭൂമിയെ ശ്യാമളമാക്കി ചെയ്യുന്നു. സസ്യശ്യാമളം അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ളത് അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ളത്, അതിനൊക്കെ ശ്യാമളം എന്നുള്ളത് പച്ച നിറത്തിലുള്ളതാക്കി ചെയ്യണം. എന്തുകൊണ്ട്? ഹരിന്മരകത അശ്മഭിഹി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മരകത ദ്വീപ് എന്നാണ് ശ്രീലങ്കയ്ക്ക് പേര്. അപ്പോ മരകത അശ്മ, മരതക കല്ല്, അത് ഹരിത്ത് എന്നും കൂടി പറഞ്ഞു, പച്ച നിറമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നല്ല പച്ചരത്നങ്ങളാൽ ഹരിന്മരതകം എന്നാൽ നല്ല പച്ചക്കല്ലുകൾ, പച്ചക്കല്ലുകൾ നിറഞ്ഞതാണ്. അങ്ങനെയുള്ള അതിന്റെ റിഫ്ലക്ഷൻ അശ്മഭിഹി, ആ കല്ലുകളെ കൊണ്ട് ഭൂമിയെ ശ്യാമളമാക്കി ചെയ്യുന്നു. അപ്പോൾ നല്ല പച്ചവർണ്ണമാണ് ആ ത്രികൂടാചലത്തിന്റെ താഴ്വാരങ്ങളും ഭൂപ്രദേശങ്ങളും എല്ലാം. അതിന്റെ കാലുകൾ അല്ലെങ്കിൽ അതിന്റെ ബേസ് ഭാഗം ഈ സമുദ്രത്താൽ എപ്പോഴും സേവിക്കപ്പെട്ടുകൊണ്ട് തിരമാലകളാൽ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുന്നു, കാല് കഴുകും പോലെ എന്ന് പറഞ്ഞു. സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരകൈഹി കിന്നരൈരപ്സരോഭിശ്ച ക്രീഡദ്ഭിർജുഷ്ടകന്ദരഃ. സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരകൈഹി കിന്നരൈരപ്സരോഭിശ്ച ക്രീഡദ്ഭിർജുഷ്ടകന്ദരഃ. അപ്പൊ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ വന്ന് അവിടെ സേവിക്കുന്നു, ആരൊക്കെ വന്ന് അവിടെ ക്രീഡ ചെയ്യുന്നു. ഈ പർവ്വതത്തിന്റെ കന്ദരങ്ങളിൽ, കന്ദരങ്ങൾ എന്നാൽ ഗുഹകൾ, ആ ഗുഹകളിൽ ജുഷ്ടകന്ദരഃ സേവിക്കപ്പെടുന്ന ഗുഹകളോട് കൂടിയവനാണ്. ആരാൽ സേവിക്കപ്പെടുന്നു? സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരകൈഹി. ഈ പർവ്വത ഗുഹകളില് സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, വിദ്യാധരന്മാരുണ്ട്, മഹോരകങ്ങളുണ്ട്. കിന്നരൈരപ്സരോഭിശ്ച, കിന്നരന്മാരുണ്ട്, അപ്സരസ്സുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ദേവവർഗത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ ക്രീഡിക്കുന്നു, ആസ്വദിക്കുന്നു. അങ്ങനെ ക്രീഡദ്ഭിഹി കളിക്കുന്നവരായ, ലീലകൾ ചെയ്യുന്നവരായ ഈ ദേവവർഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഈ പർവ്വതം എന്ന് പറയുമ്പോൾ എന്താ പറയുക, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്ന് സൂചനയാണ്. അവിടത്തെ ആളുകൾക്ക് എന്താ പറയുക, വിശ്രമ സമയം ഉണ്ടാവുമ്പോൾ അല്ലെ, സ്വർഗത്തിൽ അവർക്ക് ഡ്യൂട്ടിയൊന്നും തൽക്കാലം ഇല്ലെങ്കിൽ
വെക്കേഷൻ പോലെ അവർ വരുന്നത് എവിടേക്കാണ്? നമ്മളൊക്കെ വെക്കേഷൻ ഉണ്ടായാൽ വല്ല കൊടൈക്കനാലിലോ ഊട്ടിയിലോ മൂന്നാറിലോ അല്ലെങ്കിൽ കാശ്മീരിലേക്കോ സിംലയിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോകുന്നത് പോലെ ഇവിടെ ദേവന്മാർ വരുന്ന സ്ഥലമാണ്. ദേവവർഗത്തിൽപ്പെട്ടവർക്കൊക്കെ നേരം പോക്കിനുള്ള ക്രീഡയ്ക്കുള്ളതായിട്ടുള്ള സ്ഥലമാണ് ഈ ത്രികൂടാചലം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഐശ്വര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയത എല്ലാം സമൃദ്ധമായിരിക്കുന്ന ദേശം. അവിടെ തന്നെയാണ് പിന്നീട് നമ്മുടെ കുബേരൻ ലങ്കയാക്കി തന്റെ വാസസ്ഥാനമാക്കി മാറ്റുന്നത് നമ്മുടെ വിശ്വകർമാവിന്റെ സഹായത്തോടു കൂടിയിട്ട്. അതിനെ പിന്നീട് രാവണൻ പിടിച്ചടക്കി മയനെ കൊണ്ട് കുറെ കൂടുതൽ നിർമ്മിതികളും ചെയ്ത് റിനോവേറ്റ് ചെയ്ത് രാവണന്റെ കസ്റ്റഡിയിലാക്കി വയ്ക്കും. അതിനെയാണ് പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയെ വീണ്ടെടുക്കാൻ ചെന്ന് രാവണവധം ചെയ്ത് വിഭീഷണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ലങ്കാപുരി ഈ ത്രികൂടാചലത്തിലാണ്. നമുക്ക് അവിടെയുള്ള ഐശ്വര്യത്തെക്കുറിച്ചൊക്കെ രാവണന്റെ ആ ലങ്കയിലുള്ള ഐശ്വര്യങ്ങളെക്കുറിച്ചൊക്കെ വാൽമീകി രാമായണത്തിൽ വർണ്ണിച്ചതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ? സുന്ദരകാന്ഡത്തിൽ വളരെ മനോഹരമായിട്ട് ആ ഹനുമാൻ സ്വാമി കാണുന്ന ലങ്ക വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദേവന്മാർ പോലും കൊതിക്കുന്ന ഒരു സ്ഥാനമാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥാനം, സ്വർഗത്തേക്കാൾ സുന്ദരം. സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരഗൈഹി കിന്നരൈരപ്സരോഭിശ്ച ക്രീഡദ്ഭിർജുഷ്ടകന്ദരഃ യത്ര സംഗീത സന്നാദൈഹി നദദ്ഗുഹമഹ അമർഷയാം അഭിഗർജന്തി ഹരയഃ ശ്ലാഘിനഃ പരശങ്കയാം. യത്ര സംഗീത സന്നാദൈർനദദ്ഗുഹമമർഷയാം അഭിഗർജന്തി ഹരയഃ ശ്ലാഘിനഃ പരശങ്കയാ. യത്ര ഏതൊരു ത്രികൂടാചലത്തിൽ സംഗീത സന്നാദൈഹി നദദ്ഗുഹം ഗുഹകളെല്ലാം നാദം ചെയ്യുന്നു. ഗുഹകൾക്കകത്തൊക്കെ സംഗീതം മുഴങ്ങുകയാണ്. ആരാ? ഈ കിന്നരന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളൊക്കെ വന്ന് പാട്ടുപാടി രസിക്കുന്ന അവരുടെ ആ കിന്നരാദികൾ പാട്ടുപാടുമ്പോൾ ആ നാദങ്ങൾ ഗുഹകളില് പ്രതിധ്വനി പുറപ്പെടുവിക്കുകയാണ്. അതാണ് നദദ്ഗുഹം. ഗുഹകൾ നദിക്കുന്നു, ശബ്ദിക്കുന്നു എന്നർത്ഥം. സംഗീത സന്നാദൈഹി നദദ്ഗുഹം. അപ്പോ ആ സംഗീത ശബ്ദങ്ങൾ ഗുഹയിൽ നിന്ന് കേൾക്കുമ്പോ ഹരയഃ അഭിഗർജന്തി, ഹരികൾ എന്ന് പറഞ്ഞാൽ സിംഹങ്ങൾ, അഭിഗർജന്തി അതിന് നേരെ നോക്കിയിട്ട് ഗർജിക്കുന്നു എന്നർത്ഥം. എന്തിന്? പരശങ്കയാ ശ്ലാഘിനഃ. ഇവിടെ തങ്ങളുടെ കേമത്വം കാണിക്കുന്നവരായിട്ട്, ശ്ലാഘിനഃ എന്ന് പറയുമ്പോൾ സ്വയം ശ്ലാഘിക്കുന്നവരായിട്ട് അകത്ത് പരശങ്കയ, മറ്റ് സിംഹങ്ങളാണോ ഗുഹയ്ക്കകത്തുള്ളത്? ശത്രുസിംഹങ്ങൾ, തങ്ങളെ ജയിക്കാൻ വന്നിരിക്കുന്ന സിംഹങ്ങളാണോ അകത്തുള്ളത് എന്ന് കരുതിക്കൊണ്ട് ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ സിംഹങ്ങളെ പേടിപ്പിക്കാനെന്നവണ്ണം ഞങ്ങൾ നിങ്ങളെക്കാൾ കേമന്മാരാണ് എന്നുള്ള മട്ടില് അവരവരെ ശ്ലാഘിക്കും മട്ടില് അവർ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി ഗർജിച്ചുകൊണ്ട് ഇരിക്കുന്നു. കാരണം ആ ഗുഹയ്ക്കകത്തുനിന്ന് വരുന്ന കിന്നരന്മാരുടെയൊക്കെ നാദം കേൾക്കുമ്പോൾ ശത്രുക്കളാണെന്ന് ഈ സിംഹങ്ങൾക്ക് തോന്നുകയാണ്. അപ്പൊ ആ പ്രതിധ്വനി എന്ന് കരുതി അവയെ നോക്കി ഗർജിക്കുന്നു. യത്ര സംഗീത സന്നാദൈഹി നദദ്ഗുഹം അമർഷയാ അഭിഗർജന്തി ഹരയഃ ശ്ലാഘിനഃ പരശങ്കയാ നാനാരണ്യ പശുവ്രാത സങ്കുലദ്രോണ്യലങ്കൃതഃ ചിത്രദ്രുമസുരോദ്യാന കളകണ്ഡ വിഹംഗമഃ. നാനാരണ്യ പശുവ്രാത സങ്കുലദ്രോണ്യലങ്കൃതഃ ചിത്രദ്രുമസുരോദ്യാന കളകണ്ഡ വിഹംഗമഃ. അപ്പൊ അവിടെ ആ പർവ്വതം മറ്റും എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, പക്ഷികളെ കുറിച്ചും മറ്റുമൊക്കെ വർണ്ണിക്കുകയാണ്. അപ്പൊ നാനാവിധത്തിലുള്ള അരണ്യ പശുവ്രാത സങ്കുല ദ്രോണി അലങ്കൃത. അരണ്യ പശുക്കൾ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളാണ്. അരണ്യത്തിലുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾ. അപ്പൊ വന്യമൃഗങ്ങളുടെ വ്രാതം എന്ന് പറഞ്ഞാൽ സമൂഹം, അതുകൊണ്ട് നിറഞ്ഞിരിക്കണം. സങ്കുലം
ഇപ്പൊ കാട്ടിലുള്ളതായിട്ടുള്ള മാനുകള്, കുറുക്കന്മാര്, ചെന്നായ്ക്കള്, നരികള്, അല്ലെങ്കിൽ വ്യാഘ്രങ്ങള്, കടുവകള്, സിംഹങ്ങള് എന്ന് പറഞ്ഞ പോലെയുള്ള കാട്ടുമൃഗങ്ങൾ, കരടി, കുരങ്ങന്മാര്, ഇതൊക്കെ ഉണ്ടാവും. അതാണ് അരണ്യ പശുവ്രാത സങ്കുല ദ്രോണി. ദ്രോണി എന്ന് പറയുമ്പോൾ ഗുഹ എന്നും താഴ്വാരമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഗുഹകളിലും താഴ്വാരങ്ങളിലും അലങ്കൃത, നല്ലതുപോലെ നിറഞ്ഞു ശോഭിക്കുന്നു. അപ്പൊ ഈ കൂട്ടം കൂട്ടങ്ങളായിട്ട് മൃഗങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, വന്യമൃഗങ്ങള്. അങ്ങനെ ചിത്രദ്രുമ സുരോദ്യാന കളകണ്ഠ വിഹംഗമഹ. ചിത്രദ്രുമങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ വർണ്ണങ്ങളിലുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങൾ. ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വൈചിത്ര്യം. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അവിടെ. എന്താ വെച്ചാൽ തോട്ടം വെച്ച് പിടിപ്പിച്ചിരിക്കുകയല്ല, അല്ലെ? തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ എല്ലാം ഒരേപോലെയുള്ള മരങ്ങളായിരിക്കും. റബ്ബർ തോട്ടം, അല്ലെങ്കിൽ തേക്കിൻ തോട്ടം, അല്ലെങ്കിൽ മാന്തോട്ടം എന്ന് പറഞ്ഞ് കൃഷിക്കാര് വെച്ച് പിടിപ്പിച്ചതല്ല. ഇത് പ്രകൃതി രമണീയമായിരിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ ഉയരങ്ങളിലുള്ള എന്താ പറയുക വനമാണ് പ്രകൃതി രമണീയം. അപ്പൊ അങ്ങനെയുള്ള ചിത്രദ്രുമങ്ങളും സുരോദ്യാനം. സുരോദ്യാനം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പൂന്തോട്ടത്തിലുള്ള എല്ലാ സമൃദ്ധിയും ഇവിടെയുണ്ട്. കളകണ്ഠ വിഹംഗമഹ. കളകണ്ഠം എന്ന് പറഞ്ഞാൽ കുയിലാണ്. അപ്പൊ കുയില് മുതലായ വിഹംഗമങ്ങൾ. വിഹംഗമങ്ങൾ ആകാശസഞ്ചാരികളായ പക്ഷികൾ എന്നർത്ഥം. അപ്പോ പക്ഷികളെ കൊണ്ടും ശബ്ദം, കുയിലുകളുടെയൊക്കെ നാദങ്ങള് മുഴങ്ങിക്കേൾക്കാം. മയിലുകളുടെ കേകാനാദം, കുയിലുകളുടെ എന്താ പറയുക കളകണ്ഠ ശബ്ദങ്ങൾ, അതുപോലെയുള്ള തത്തകളുടെ, പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് മുഖരിതമായിരിക്കുന്നതായിട്ടുള്ള ദേവ ഉദ്യാനം പോലെ ശോഭിക്കുന്നു. നാനാരണ്യ പശുവ്രാത സങ്കുല ദ്രോണ്യലങ്കൃത ചിത്രദ്രുമസുരോദ്യാന കളകണ്ഠ വിഹംഗമഃ സരിൽ സരോബിർ അച്ചോദൈഃ പുളിനൈർമണിവാലുകൈഃ ദേവസ്ത്രീമജ്ജനാമോദ സൗരഭാംബു അനിലൈർവൃതഃ. സരിൽ സരോബിരച്ചോദൈഃ പുളിനൈർമണിവാലുകൈഃ ദേവസ്ത്രീമജ്ജനാമോദ സൗരഭാംബനിലൈർയുതഃ. സരിൽ സരോബിഹി. സരിത്തുക്കൾ, സരസ്സുകൾ. സരിത്ത് എന്ന് പറയുമ്പോൾ ഒഴുകുന്ന നദികൾ, സരസ് എന്ന് പറയുമ്പോൾ തടാകങ്ങൾ, കെട്ടി നിൽക്കുന്ന ജലാശയങ്ങൾ സരസ്സുകളും ഒഴുകുന്നവ സരിത്തുക്കളും എന്നെടുക്കാം. അപ്പൊ സരിത് സരോബിഹി, നദികളാലും തടാകങ്ങളാലും അവിടെയുള്ള അച്ചോദൈഹി. അച്ചോദം എന്ന് പറഞ്ഞാൽ സ്വച്ഛമായ ഉദകം, ജലം. പൊല്യൂട്ട് ചെയ്യാൻ ആരും ഇല്ല അവിടെ. മനുഷ്യന്മാരുടെ സമ്പർക്കം കുറവാണ്, മനുഷ്യന്മാരില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വെള്ളത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ശുദ്ധിയുണ്ട്. അതാണ് അച്ചോദം, സ്വച്ഛമായിരിക്കുന്ന സ്ഫടിക സമാനമായിരിക്കുന്ന ഉദകം, അച്ചോദം. അച്ചോദൈഹി സരിൽ സരോബിഹി. അതുപോലെ മണിവാലുകൈഹി പുളിനൈഹി. പുളിനം എന്നാൽ മണൽത്തിട്ടകളാണ്, നദികളുടെ തീരങ്ങളാണ് പുളിനങ്ങൾ, മണൽത്തിട്ടകൾ. അത് മണിവാലുകൈഹി. വാലുകം എന്നാൽ മണൽ തരികളാണ്. മണി എന്ന് പറഞ്ഞാലോ രത്നം പോലെയുള്ളത്. അപ്പം രത്നങ്ങൾ പോലെയുള്ള രത്നതുല്യങ്ങളായ മണൽ കൊണ്ട് നിറഞ്ഞത് ഈ മണൽ തിട്ടകൾ, നദീതീരങ്ങൾ. അപ്പോ എന്താ പറയുക, ക്രിസ്റ്റൽ പോലെ മിന്നുന്നതായിട്ടുള്ള പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള ധാതു സമൃദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ രത്നസമൃദ്ധമായിരിക്കുന്ന ആ മണലും അങ്ങനെയുള്ള മണൽ തിട്ടകളും പുളിനങ്ങളും ദേവസ്ത്രീ മജ്ജന ആമോദ സൗരഭാംബു അനിലൈഹി യുതഃ. യുതഃ എന്ന് പറഞ്ഞാൽ യോജിച്ചത്, ചേർന്നത്. അപ്പൊ എവിടെയുണ്ട്? അനിലൻ ഉണ്ട്, കാറ്റുണ്ട്. ആ കാറ്റിന് നല്ല സുഗന്ധം. എവിടെ നിന്നുള്ളതാണ്? ദേവസ്ത്രീ മജ്ജന ആമോദ സൗരഭാംബു അനിലൈഹി. ആ ദേവസ്ത്രീകൾ സ്നാനം ചെയ്യുന്നുണ്ട് ആ ജലാശയങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെ ശരീരത്തിൽ തന്നെ സുഗന്ധം ഉണ്ടാവും. പിന്നെ അവർ പുരട്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങള്, സുഗന്ധ എണ്ണകള്, അല്ലേ, അതൊക്കെ ആ ജലാശയത്തില് കലരുന്നുണ്ട്. അപ്പോൾ ജലാശയത്തിൽ നിന്നുള്ള കാറ്റടിക്കുമ്പോഴോ നല്ല സുഗന്ധവായുവാണ്. അതാണ് ദേവസ്ത്രീ മജ്ജന. ദേവസ്ത്രീകളുടെ മജ്ജനം അഥവാ സ്നാനം ആ സമയത്തുണ്ടാകുന്ന ആമോദ സൗരഭ അമ്പു. ആമോദ സൗരഭാംബു എന്ന് പറഞ്ഞാല് ആ സുഗന്ധം, സൗരഭം പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ജലം. ആ ജലത്തിൽ സ്പർശിച്ചു വരുന്നതായിട്ടുള്ള അനിലൈഹി. അനിലൻ വായു. അപ്പോ ആ വായുവിന് നല്ല സുഗന്ധം, കാറ്റിന് സുഗന്ധം. കാരണം ഈ ജലാശയത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ജലാശയത്തിന് സുഗന്ധം അധികമുള്ളത് കൊണ്ടാണ് അത് കാറ്റിൽ പരക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ഈ ജലാശയങ്ങൾക്ക് സുഗന്ധം? ദേവസ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന്.
ദേവസ്ത്രീമജ്ജനാമോദസൗരഭാം ധ്വനിലൈർയുതഃ തസ്യ ദ്രോണ്യാം ഭഗവതോ വരുണസ്യ മഹാത്മനഃ ഉദ്യാനം ഋതുമന്നാമ ആക്രീഡം സുരയോഷിതാം. തസ്യ ദ്രോണ്യാം ഭഗവതോ വരുണസ്യ മഹാത്മനഃ ഉദ്യാനം ഋതുമത്നാമ ആക്രീഡം സുരയോഷിതാം. തസ്യ ദ്രോണ്യാം എന്ന് പറയുമ്പോൾ ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ, ദ്രോണി എന്നുള്ളത് താഴ്ന്ന ഭാഗം എന്നാണ് അർത്ഥം. അപ്പോ ആ പർവ്വതത്തിന്റെ താഴ്വാരത്തില് മഹാത്മനഃ ഭഗവതഃ വരുണസ്യ ഋതുമത്നാമ ഉദ്യാനം. മഹാത്മനഃ ഭഗവതഃ വരുണസ്യ, മഹാത്മാവും ഭഗവാനായിരിക്കുന്ന എല്ലാ ഭഗങ്ങളോടും കൂടി ഐശ്വര്യ പരിപൂർണനായിരിക്കുന്ന വരുണൻ എന്ന ദിഗ്ദേവതയുടെ വരുണദേവന്റെ ഉദ്യാനം, അദ്ദേഹത്തിന്റെ ഉദ്യാനം ഈ ത്രികൂട പർവ്വതത്തിലാണ്. എന്താ പേര്? ഋതുമത്ത് എന്ന് നാമം. ഋതുമത്ത്, എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കളും പഴങ്ങളും ഒക്കെ എപ്പോഴും ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഋതുമത്ത്, സർവ്വ ഋതുക്കളും തികഞ്ഞിരിക്കുന്നത് എന്ന പേരായ ഉദ്യാനം. അത് സുരയോഷിതാം ആക്രീഡം. സുരയോഷിത്തുക്കൾ ദേവസ്ത്രീകൾ. ആ ദേവസ്ത്രീകളുടെ ആക്രീഡം എന്ന് പറഞ്ഞാൽ ആരാമം, ക്രീഡാരാമം എന്ന് വെച്ചാൽ കളിസ്ഥാനം. അവർക്ക് ക്രീഡിക്കാനുള്ള സ്ഥലമാണ് ഈ ഋതുമത്ത് എന്നുള്ള വരുണന്റെ ഉദ്യാനം. സർവതോലങ്കൃതം ദിവ്യൈഃ നിത്യം പുഷ്പബലദ്രുമൈഃ മന്ദാരൈഃ പാരിജാതൈശ്ച പാടലാശോകചമ്പകൈഃ ചൂതൈഃ പ്രിയാളൈഃ പനസൈഃ ആമ്രൈരാമ്രാതകൈരപി ക്രമുകൈർനാളികേരൈശ്ച ഗർജുരൈർബീജപൂരകൈഃ മധൂകൈഃ സാലതാലൈശ്ച തമാലൈരസനാർജുനൈഃ അരിഷ്ടോദുംബരപ്ലക്ഷൈഃ വടൈഃ കിംസുകചന്ദനൈഃ പിചുമന്ദൈഃ കോവിദാരൈഃ സരളൈഃ സുരദാരുഭിഃ ദ്രാക്ഷേക്ഷുരംബാജംബൂഭിഃ ബദര്യക്ഷാഭയാമലൈഃ ബിൽവൈ കപിത്തൈർജംബീരൈഃ വൃതോ ഭല്ലാദകാദിഭിഃ തസ്മിൻ സരസ്സു വിപുലം ലസത്കാഞ്ചന പങ്കജം. 5 ശ്ലോകങ്ങളെ കൊണ്ട് ആ ആക്രീഡം സുരയോഷിതാം എന്ന് പറഞ്ഞ ഋതുമത്ത് എന്ന ഉദ്യാനം, ആ വരുണന്റെ ഉദ്യാനം ഉണ്ടല്ലോ, അവിടെയുള്ള പൂച്ചെടികളും അതുപോലെ ഫലവൃക്ഷങ്ങളും രണ്ടിനെയും, അവിടെയുള്ള സസ്യലതാദികള്, അതിൽ പൂച്ചെടികളും ഉണ്ട്, നല്ല സുഗന്ധ പുഷ്പങ്ങളെ നൽകുന്നതായിട്ടുള്ള പൂച്ചെടികളുണ്ട്. ആ പൂക്കളുടെ ഉദ്യാനമാണ്. അതേസമയം ഫലവൃക്ഷങ്ങളുണ്ട് ധാരാളം. ഏത് ഫലങ്ങൾ വേണമെങ്കിൽ ഇഷ്ടം പോലെ സമൃദ്ധമായിട്ട് ഭക്ഷിക്കാനായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളും നിറഞ്ഞിരിക്കുന്ന സർവ്വ ഐശ്വര്യ പരിപൂർണമാണ് എന്ന് പറയണം. അപ്പൊ സർവതോ അലങ്കൃതം ദിവ്യൈഃ നിത്യ പുഷ്പഫല ദ്രുമൈഃ. നിത്യം, എല്ലായ്പ്പോഴും. അതാണ് ഋതുമത്ത് എന്ന് പറഞ്ഞില്ലേ, എല്ലാ ഋതുക്കളിലുള്ള പൂക്കളും പഴങ്ങളും അവിടെ ഉണ്ടാവും. അതാണ് നിത്യം. ദിവ്യൈഃ പുഷ്പഫലദ്രുമൈഃ സർവതോ അലങ്കൃതം. സർവത, എല്ലായിടത്തും അലങ്കൃതം, അലങ്കരിക്കപ്പെട്ടിരിക്കണം. ഒരു ഭാഗം പോലും ശൂന്യമായിട്ട് കിടക്കുന്നില്ല, സമൃദ്ധമായിട്ടാണ് കിടക്കുന്നത്. ദിവ്യങ്ങളായ പുഷ്പഫലദ്രുമങ്ങൾ, നാറുന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ കൊള്ളരുതാത്ത വിഷഫലങ്ങളോ അല്ല, നല്ല സാത്വികങ്ങളായ പൂക്കളും പഴങ്ങളും നിറഞ്ഞിരിക്കുന്നത്. അതാണ് ദിവ്യൈഃ ബലദ്രുമൈഃ പുഷ്പഫലദ്രുമൈ. പുഷ്പദ്രുമങ്ങളുണ്ട്, ഫലദ്രുമങ്ങളുണ്ട്, രണ്ടും കൂടി ചേർത്താണ് പുഷ്പഫലദ്രുമൈഃ. പുഷ്പവൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ രണ്ടും നിറഞ്ഞ് അലങ്കരിച്ചിരിക്കുന്നു ആ ഉദ്യാനത്തെ. ഇതിന് ഋതുമത്ത് എന്ന ഉദ്യാനത്തെ. അപ്പൊ ഏതൊക്കെ പുഷ്പങ്ങളാണ് എന്ന് പറയണ? മന്ദാരൈഃ പാരിജാതൈഃ പാടല അശോക ചമ്പകൈഃ ചൂതൈഃ പ്രിയാളൈഃ പനസൈഃ. പനസം, ആമ്രം, ആമ്രാതകം എന്നൊക്കെ പറയുമ്പോഴേക്കും ഫലവൃക്ഷങ്ങളും കൂടിയാണ് അത് ഇടകലർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ പനസൈഃ ആമ്രൈഃ ആമ്രാതകൈരപി ക്രമുകൈഃ നാളികേരൈശ്ച ഗർജുരൈർ ബീജപൂരകൈഃ ഇതൊക്കെ ഫലവൃക്ഷങ്ങളാണ്. മധുകൈ സാലതാലൈശ്ച തമാലൈരസനാർജുനൈഃ അരിഷ്ടോ ഉദുംബരപ്ലക്ഷൈഃ വടൈഃ കിംസുകചന്ദനൈഃ ഇതും ഫലവൃക്ഷങ്ങളാണ്. അതുപോലെ പിചുമന്ദൈ കോവിദാരൈ സരളൈ സുരദാരുഭിഃ ദ്രാക്ഷേക്ഷുരംബാജംബൂഭിഃ ബദിര്യക്ഷാഭയാമലൈഃ.
ബലവൃക്ഷങ്ങൾ തന്നെയാണ്. അതുപോലെ ബിൽവൈ കപിത്തൈർ ജംബീരൈരി വൃതോ ബല്ലാദകാദിഭിഹി എല്ലാം ബലവൃക്ഷങ്ങളെ തന്നെയാണ് പറയുന്നത്. അപ്പൊ മന്ദാരം എല്ലാവർക്കും അറിയാവുന്ന മന്ദാര പുഷ്പം, അതുപോലെ പാരിജാതം, പാരിജാത പുഷ്പം, സ്വർഗത്തിലുള്ള പാരിജാത പുഷ്പം, പാടലം എന്ന് പറഞ്ഞാൽ ചുവന്ന പുഷ്പങ്ങളാണ് പാടല പുഷ്പങ്ങൾ. അത് നമ്മുടെ എന്താ പറയുക, മുരുക്കിൻ പൂ പോലെയുള്ളതായിട്ടുള്ള പൂക്കളെയൊക്കെ പാടല പുഷ്പങ്ങൾ എന്ന് പറയും. അതുപോലെ അശോക വൃക്ഷങ്ങളുണ്ട്. അശോക പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന തെച്ചി പോലെയുള്ളതായിട്ടുള്ള പൂക്കളാണ് അശോകം. അതുപോലെ ചമ്പകങ്ങൾ പലതരത്തിലുള്ളതായിട്ടുള്ള ചമ്പകങ്ങളുണ്ട് അല്ലേ. സ്വർണ്ണ ചമ്പകവും മറ്റ് മഞ്ഞ നിറത്തിലുള്ളതായിട്ടുള്ള ചമ്പകവും, അങ്ങനെ പലതരത്തിലുള്ള ചമ്പക വൃക്ഷങ്ങൾ. ചൂതം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മാമ്പൂവ്, അതിനാണ് ചൂതം എന്ന് പറയുക. മാമ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് മാവുകളാണെന്നർത്ഥം. അതുപോലെ പ്രിയാളം എന്ന് പറയുന്നതായിട്ടുള്ള വൃക്ഷം. പനസം എന്ന് പറഞ്ഞാൽ ചക്കയാണ്, പ്ലാവാണ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, അതിനാണ് പനസം എന്ന് പറയുക. അപ്പോൾ പനസം. അതുപോലെ ആമ്രം എന്ന് പറഞ്ഞാൽ നല്ല വലിയ മാവുകൾ തന്നെയാണ്. മാമ്പഴങ്ങൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷം ആമ്രവൃക്ഷം. അതുപോലെ ആമ്രാതകം എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ, മാങ്ങ പോലെ തന്നെ ഇരിക്കുക, പുളിയുള്ള ഇതാണല്ലോ അമ്പഴങ്ങ. ആ അമ്പഴങ്ങയാണ് ആമ്രാതകം എന്ന് പറയുന്നത്. ക്രമുകം എന്ന് പറഞ്ഞാൽ കവുങ്ങ്. അപ്പോൾ കവുങ്ങുകളുണ്ട് ധാരാളം. അതുപോലെ നാളികേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ നാളികേരങ്ങൾ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്, നാളികേരൈഹി. അതുപോലെ ഗർജുരം നമ്മുടെ അറേബ്യൻ ഈത്തപ്പഴം, ഡേറ്റ്സ്, ഇതിനാണ് ഗർജുരം എന്ന് പറയുക. അപ്പൊ അതും അറേബ്യയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്, ശ്രീലങ്കയിലും ഉണ്ട് എന്ന് പറയുക ഗർജുരം. അതുപോലെ ഉദുംബരം അത്തിപ്പഴം പോലെയുള്ള പഴങ്ങളാണ് ഉദുംബരം. അതുപോലെ ബീജപൂരകം എന്ന് പറഞ്ഞാൽ മാതളങ്ങ, ബീജം നിറഞ്ഞത്. അവിടെ ഗണപതി ഭഗവാന് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഭഗവാൻ ഒരു നാമം തന്നെയുണ്ട്, ബീജപൂര ബലാസക്തായ നമഃ. ബീജപൂര ബലാസക്തായ നമഃ. ബീജപൂര ബലത്തിൽ ആസക്തിയുള്ളവനാണ്, വളരെ കൊതിയനാണ് ഗണേശ ഭഗവാൻ. മാതളങ്ങ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ബീജങ്ങൾ പൂർണ്ണമായിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്, വിത്ത് നിറഞ്ഞ പഴമാണ് ബീജപൂരം. അപ്പൊ അങ്ങനെ മാതളങ്ങ. അതുപോലെ മധൂകം എന്നുള്ളതായിട്ടുള്ള, മധൂളം, ഇലിപ്പ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള, ഇലിപ്പപ്പുളി എന്നൊക്കെ പറയില്ല, അതാണ് മധൂകം. സാലം താലം പലതരത്തിലുള്ള പനമ്പഴങ്ങളാണ്, പനകൾ നിറഞ്ഞിരിക്കുന്നതാണ് സാലവൃക്ഷം, താലവൃക്ഷം. സാലതാലൈഹി. അതുപോലെ തമാലൈഹി. തമാലം എന്ന് പറഞ്ഞാൽ നല്ല പച്ചില വൃക്ഷങ്ങളാണ്, നിറയെ പച്ചിലകൾ നിറഞ്ഞതായിട്ടുള്ള വൃക്ഷങ്ങളാണ് തമാലം. അതുപോലെ അർജുനങ്ങൾ. അസനം എന്നുള്ളത് വേങ്ങ എന്നുള്ളതായിട്ടുള്ള മരമാണ്. അർജുനം എന്ന് പറഞ്ഞാൽ മരുത് വൃക്ഷമാണ് അർജുനം. അതുപോലെ അരിഷ്ടം ഉദുംബരം. അതുപോലെ അരിഷ്ടവൃക്ഷം, ഉദുംബര വൃക്ഷം, പ്ലക്ഷം എന്നൊക്കെ ഉള്ളത് വടവൃക്ഷത്തിൽപ്പെട്ടതാണ്. അതുപോലെ വടം എന്ന് പറഞ്ഞാൽ ആലുകളുടെ വകുപ്പിൽപ്പെട്ടതാണ് വടവൃക്ഷങ്ങൾ, പലതരത്തിലുള്ള വടവൃക്ഷങ്ങൾ. അതുപോലെ കിംസുകം എന്ന് പറഞ്ഞാൽ മുരുക്ക് തന്നെയാണ്, അങ്ങനെയുള്ള പൂത്തു നിൽക്കുന്നതായിട്ടുള്ള മുരുക്ക്. അതുപോലെ ചന്ദനവൃക്ഷങ്ങൾ. അതുപോലെ പിച്ചുമന്തം എന്നുള്ളതായിട്ടുള്ള വൃക്ഷം, കോവിതാരം എന്നുള്ളതായിട്ടുള്ള വൃക്ഷം, സരളം. അതുപോലെ സുരദാരു, ദേവദാരു വൃക്ഷങ്ങൾ, ദ്രാക്ഷ, മുന്തിരിവള്ളികൾ, ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പ്. അപ്പൊ കരിമ്പും നിറഞ്ഞു നിൽപ്പുണ്ട്, ദ്രാക്ഷയുണ്ട്, ഇക്ഷു ഉണ്ട്. രംഭ എന്ന് പറഞ്ഞാൽ വാഴകളാണ്, പലതരത്തിലുള്ള വാഴകളെയാണ് രംഭകൾ എന്ന് പറയുക. ദ്രാക്ഷ, ഇക്ഷു, രംഭ. ജംബൂബലം, ജാമുൺ എന്ന് വെച്ചാൽ ഞാവൽപ്പഴം, ജംബൂബിഹി. ബദരി എന്ന് പറഞ്ഞാൽ എലന്തപ്പഴം, ബദരീബലം. അതുപോലെ അക്ഷാഭയാമലൈഹി.
ഇലന്ത അക്ഷ എന്നുള്ളത് കടുക്കയാണ്. അതുപോലെ ആമലം, അക്ഷാഭയം എന്നുള്ളത് കടുക്കയും, ആമലം എന്നുള്ളത് നെല്ലിയും, ആംല ഫ്രൂട്ട് അല്ലെ, നമ്മൾ നെല്ലിക്കയുണ്ട്, ബില്ലുവൃക്ഷങ്ങളുണ്ട്, കബിത്തം, വ്ളാറങ്ങ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അതാണ് കബിത്ത വൃക്ഷം. അതുപോലെ ജംഭീരം എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, നാരങ്ങ, അതിനൊക്കെ ജംഭീരം എന്ന് പറയും. മധുര നാരങ്ങ, അതിനൊക്കെ ജംഭീരം എന്ന് പറയും. അതുപോലെ ജംഭീരൈഹി വൃതോ ബല്ലാതകാദിബി, ബല്ലാതകം മുതലായ വൃക്ഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. 4 ഭാഗവും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ വൃക്ഷങ്ങളുടെയും മറ്റേ പുഷ്പവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളുമായിട്ടുള്ള അതിന്റെ സമൃദ്ധിയെക്കുറിച്ച് വർണ്ണിച്ചു. എന്നിട്ട് തസ്മിൻ സരസ്സു വിപുലം ലസത് കാഞ്ചന പങ്കജം, ആ ഉദ്യാനത്തില് സുവിപുലമായിട്ടുള്ള സരസ്, ഒരു ജലാശയമുണ്ട്. അതില് ലസത് കാഞ്ചന പങ്കജം, നല്ല സ്വർണ്ണത്താമര വിരിഞ്ഞു നിൽക്കുന്ന, സ്വർണം പോലെയുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള തടാകവും ആ താഴ്വാരത്തിലുണ്ട് എന്ന് പറയണം. തസ്മിൻ സുവിപുലം സരഹ ലസത് കാഞ്ചന പങ്കജം, സ്വർണ്ണത്താമര ശോഭിക്കുന്നതായിട്ടുള്ള വലിയ വിപുലമായ സരസ്സും അവിടെയുണ്ട്. ഈ പറഞ്ഞ ഉദ്യാനത്തില് ഋതുമത്ത് എന്നുള്ളതായിട്ടുള്ള വരുണന്റെ ഉദ്യാനം അതവിടെയാണ്. കുമുദോത്പല കൽഹാര ശതപത്ര ശ്രിയോർജിതം മത്തഷട്പദ നിർഗുഷ്ടം ശകുന്തൈശ്ച കളസ്വനൈഃ ഹംസകാരണ്ഡവാകീർണം ചക്രാഹ്വൈ സാരസൈരപി ജലകുക്കുടകോയഷ്ടിദാത്യൂഹ കുലകൂജിതം മത്സ്യകച്ഛപ സഞ്ചാര ചലത് പദ്മരജ പയഃ കദംബവേദസനളനീപവഞ്ചുളകൈർവൃതം കുന്ദൈ കുരബകാശോകൈ ശിരീഷൈ കുടജെങ്കുദൈ കുബ്ജകൈ സ്വർണയൂതീഭിർനാഗപുന്നാഗജാതിഭിഃ മല്ലികാ ശതപത്രൈശ്ച മാധവീജാലകാദിഭിഃ ശോഭിതം തീരജൈശ്ചാന്യൈഃ നിത്യഋതുഭിർ അലം ദ്രുമൈഃ. അപ്പൊ ഈ സരസില്, ജലാശയത്തില് വിവിധ തരത്തിലുള്ളതായിട്ടുള്ള താമരകൾ, ആമ്പലുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പക്ഷികൾ, ജലപക്ഷികൾ, കുളക്കോഴികളും അരയന്നങ്ങളും താറാവുകളും എന്ന് പറഞ്ഞ പോലെയുള്ളതായിട്ടുള്ള ആ ജലത്തിൽ നീന്തിക്കളിക്കുന്നതായിട്ടുള്ള ജലപക്ഷികളെ കുറിച്ചും വർണ്ണിക്കുന്നു. അതാണ് ഇവിടെ കുമുദോത്പല കൽഹാര ശതപത്ര ശ്രിയോർജിതം. കുമുദം, ഉൽപ്പലം, കൽഹാരം, ശതപത്രം, 4 തരത്തിലുള്ള ജലപുഷ്പങ്ങൾ. കുമുദം ആമ്പലാണ്, ഉൽപ്പലം നീലത്താമരയാണ്, കൽഹാരം എന്നുള്ളത് താമരയുടെ തന്നെ മറ്റൊരു വകുപ്പാണ്, ചുവന്ന താമര. ശതപത്രം എന്ന് പറഞ്ഞാലും വലിയ താമരകൾ, 100 കണക്കിന് ദളങ്ങളുള്ളതായിട്ടുള്ള വലിയ താമര. അപ്പൊ ഇങ്ങനെയുള്ള അതിന്റെയൊക്കെ ശ്രിയാ ഊർജിതം, അതിന്റെയൊക്കെ ശോഭ കൊണ്ട് വളരെ ഭംഗിയായിരിക്കുന്നു, ഐശ്വര്യപൂർണമായിരിക്കുന്നു അവിടുത്തെ ആ സരസ്, ജലാശയം. കുമുദ ഉൽപ്പല കൽഹാര ശതപത്ര ശ്രിയാ ഊർജിതം മത്ത ഷഡ്പദ നിർഗുഷ്ടം. ആ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് ഷഡ്പദങ്ങൾ തേൻ കുടിച്ച് മതിച്ചിട്ടുണ്ട് അവരുടെ നിർഗുഷ്ടം, നിതരാം ഘോഷിതം എന്നർത്ഥമാണ്. നന്നായിട്ട് ഘോഷിക്കപ്പെടുന്ന ഈ ഷഡ്പദങ്ങളുടെ മൂളലുകളും പാട്ടും തേനീച്ചയുടെയും വണ്ടുകളുടെയൊക്കെ അവരുടെ ആ ശബ്ദങ്ങൾ ഇങ്ങനെ മുഖരിതമാണ് എന്നർത്ഥം. മത്ത ഷഡ്പദ നിർഗുഷ്ടം, മധുരസ്വരത്തിലുള്ള ശബ്ദങ്ങൾ. അതുപോലെ ശകുന്തൈശ്ച കളസ്വനൈഹി, ശകുന്തങ്ങൾ എന്നാൽ പക്ഷികളാണ്. കളസ്വനൈഹി എന്ന് പറഞ്ഞാൽ നല്ല മധുരമായ ശബ്ദങ്ങൾ, അവ്യക്ത മധുരമായിട്ടുള്ള ശബ്ദങ്ങളെ കൊണ്ട് പല പക്ഷികളും ശബ്ദിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന കളസ്വനം കൊണ്ടുള്ള ശബ്ദിക്കുന്ന പക്ഷികളും ശകുന്തങ്ങളും. ഹംസ കാരണ്ഡവാകീർണ ചക്രാഹ്വൈഹി സാരസൈരവി ജലകുക്കുട കോയഷ്ടി ദാത്യൂഹ കുലകൂജിതം. പക്ഷികളുടെ പേരുകളാണതെല്ലാം. ഹംസം അരയന്നങ്ങളാണ്. കാരണ്ഡവം എന്ന് പറയുന്ന മറ്റൊരു എന്താ പറയുക താറാവിന്റെയൊക്കെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ആകീർണം നിറഞ്ഞിരിക്കുന്നു. ചക്രാഹ്വൈഹി, ചക്രാഹ്വൈ എന്ന് പറഞ്ഞാൽ ചക്രാഹ്വം, ചക്രവാകം എന്നുള്ളതായിട്ടുള്ള പക്ഷിയാണ്. സാരസം എന്ന് പറഞ്ഞാൽ സരസിൽ
ജലാശയത്തിൽ കളിക്കുന്നതായിട്ടുള്ള പക്ഷികളാണ്. അതുപോലെ ജലകുക്കുടം എന്ന് പറഞ്ഞാൽ കുളക്കോഴി തന്നെ. കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴിയാണ്. ജലകുക്കുടം കുളക്കോഴി, വെള്ളത്തിലുള്ള കോഴി. അതുപോലെ കോയഷ്ടി എന്ന് പറയുന്നതായിട്ടുള്ള പക്ഷികൾ. നമ്മൾ ജലാശയങ്ങളിൽ പലതരത്തിലുള്ളതായിട്ടുള്ള പക്ഷികളെ കാണാം. ഇപ്പൊ കോയഷ്ടി, ദാത്യൂഹ കുലം, ദാത്യൂഹം എന്നുള്ളതായിട്ടുള്ള പക്ഷി. അങ്ങനെയുള്ള പക്ഷികളുടെ കുലങ്ങളെ കൊണ്ട്, കുലമെന്നാൽ സമൂഹങ്ങളെ കൊണ്ട് കൂജിതം, ശബ്ദം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പക്ഷികളെ ഹംസം, കാരണ്ഡവം, ചക്രാഹ്വം, സാരസം, ജലകുക്കുടം, കോയഷ്ടി, ദാത്യൂഹം ഇങ്ങനെയുള്ള ജലപക്ഷികളെ കൊണ്ട്, അവയുടെ ശബ്ദങ്ങളെ കൊണ്ട് കൂജനം ചെയ്യപ്പെടുന്നു, നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. മത്സ്യ കച്ചപ സഞ്ചാര ചലത് പദ്മരജഃപയ കദംബവേദസ നളനീപവഞ്ചുളകൈർവൃതം. ഇപ്പോ മത്സ്യം, കച്ചപം അവയുടെയൊക്കെ സഞ്ചാരം. മത്സ്യം മത്സ്യം തന്നെയാണ്, കച്ചപം ആമകളാണ്. അപ്പൊ മത്സ്യങ്ങളും കച്ചപങ്ങളും സഞ്ചരിക്കുമ്പോ ചലത് പയഹ, പയസ് വെള്ളം ചലിക്കുന്നുണ്ട്. എങ്ങനെയുള്ള പയസാണത്? പത്മരജഃ പയഹ, പത്മരജസ് എന്ന് പറഞ്ഞാൽ താമര പൊടികൾ വീണ് കിടക്കുന്നു ഈ വെള്ളത്തിൽ. അപ്പൊ വെള്ളത്തിന്റെ മുകളില് ഈ താമരയിൽ നിന്നുള്ള പൂമ്പൊടി കൊണ്ടൊരു മഞ്ഞ നിറമായിട്ടുണ്ടാവും. അങ്ങനെ താമര പൂമ്പൊടി നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജലം അത് ഇളകുന്നു, ചലിക്കുന്നു. എന്തുകൊണ്ട്? മത്സ്യങ്ങളും ആമകളും നീന്തി കളിക്കുന്നത് കൊണ്ട്. അതാണ് മത്സ്യ കച്ചപ സഞ്ചാര ചലത് പദ്മരജഃ പയഹ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, വാങ്മയ ചിത്രം അല്ലേ? കവികള് ഇങ്ങനെ വരച്ച് കാണിച്ചു തരികയാണെന്ന് പറയുക, വാക്കുകളെ കൊണ്ട് നമുക്ക് ഭാവനയിൽ കാണാം. കദംബ വേദസ നളനീപ വഞ്ചുളകൈർ വൃതം. ഇതൊക്കെ ജലാശയത്തിൽ ഇതാകി വരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തീരത്ത് ഇതാകുന്ന ചെടികളാണ്. കദംബ വൃക്ഷം, കടമ്പ് വൃക്ഷം അല്ലേ? നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയനെ മർദ്ദിക്കാനായിട്ട് കടമ്പ് വൃക്ഷത്തിൽ നിന്ന് ചാടി. അപ്പൊ അങ്ങനെയുള്ള കടമ്പ് വൃക്ഷം. വേതസം എന്ന് പറഞ്ഞാൽ ആറ്റുവഞ്ചി, ആറ്റിന്റെ തീരത്ത് നിന്ന് കാറ്റാടിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആറ്റുവഞ്ചി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ചെടികളാണ്. നളനീപം എന്ന് പറഞ്ഞാൽ രാമച്ച ചെടികളാണ്, നല്ല സുഗന്ധമുള്ളതായിട്ടുള്ള രാമച്ച ചെടികളാണ്. വഞ്ചുളം അല്ലെങ്കിൽ വഞ്ചുളകം എന്ന് പറഞ്ഞാലും ജലാശയങ്ങൾക്ക് തീരത്ത് വളരുന്നതായിട്ടുള്ള വൃക്ഷങ്ങളാണ് വഞ്ചുളം. അങ്ങനെയുള്ള വൃക്ഷങ്ങളെ കൊണ്ടും വൃതം, വൃതം ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ജലാശയങ്ങൾ. അങ്ങനെ നിറയെ നല്ല നല്ല വൃക്ഷങ്ങളാണ് എന്ന് പറയുകയാണ്. കുന്തൈഹി കുരബകാശോകൈഹി ശിരീഷൈഹി കുടജെങ്കുതൈഹി കുബ്ജകൈഹി സ്വർണയൂതീഭിർ നാഗപുന്നാഗജാതിഭിഃ മല്ലികാ ശതപത്രൈശ്ച മാധവീ ജാലകാദിഭിഃ ശോഭിതം തീരജൈശ്ചാന്യൈഹി നിത്യ ഋതുഭിർ അലം ദ്രുമൈഹി. കുന്തം എന്ന് പറഞ്ഞാൽ കുരുക്കുത്തിമുല്ല എന്ന് പറയുന്ന മുല്ലകളുടെ ഇതാണ് കുന്തം. അതുപോലെ കരബകം, കരബകം എന്നുള്ളതായിട്ടുള്ള അതൊക്കെ പൂച്ചെടികളാണ്. മൈലാഞ്ചിയൊക്കെയാണ് കരബകം. കരബകം മൈലാഞ്ചി ചെടിയും മറ്റാണ്. അതുപോലെ അശോകം, അശോകവൃക്ഷമാണ്. ശിരീഷം എന്നുള്ളതായിട്ടുള്ള വൃക്ഷം. കുടജം എന്ന് പറയുന്നതായിട്ടുള്ള ചില തരത്തിലുള്ള പനകളാണത് കുടജം എന്നുള്ളത്. ഇംഗുതം, ഇംഗുതം എന്നുള്ളതായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചെടികളാണ്. കുബ്ജകം, കുബ്ജകം എന്നുള്ളതായിട്ടുള്ള ചെടികൾ. സ്വർണയൂതി എന്ന് പറയുന്നതായിട്ടുള്ള ചെടി. നാഗം, പുന്നാഗം, ജാതി അല്ലെ, ജാതിക്ക അങ്ങനെയുള്ളതായിട്ടുള്ള നാഗം, പുന്നാഗം, ജാതി മുതലായിട്ടുള്ള വൃക്ഷങ്ങള്. അതുപോലെ മല്ലിക ശതപത്രൈശ്ച, മല്ലികയും ശതപത്രം എന്നുള്ള പുഷ്പങ്ങളും. അതുപോലെ മാധവി, മാധവി എന്ന് പറയുന്നതായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളും. ജാലകാദിപി, ജാലകം മുതലായ പൂച്ചെടികളും. അങ്ങനെയുള്ള അനേക തരത്തിലുള്ള പൂച്ചെടികളെ കൊണ്ട് ശോഭിതം തീരജൈശ്ച അന്യൈഹി നിത്യ ഋതുഭിർ അലം ദ്രുമൈഹി. അങ്ങനെ നിത്യവും ഋതുക്കളെ, എല്ലാ ഋതുക്കളും എല്ലായ്പ്പോഴും ഉണ്ട് അവിടെ. അതാണ് നിത്യ ഋതുഭിഹി, എല്ലാ കാലത്തും ഋതുവായിരിക്കുന്ന. ദ്രുമൈഹി അലം ശോഭിതം തീരജൈശ്ച അന്യൈഹി. തീരജം എന്നാൽ തീരത്തിൽ ജനിച്ചത്. അപ്പൊ ആ ജലാശയത്തിന്റെ തീരത്ത് നിൽക്കുന്നതും അതിന്റെ അപ്പുറത്തേക്ക് വ്യാപിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ദ്രുമൈഹി
നിത്യവും പൂത്തും പഴുത്തും നിൽക്കുന്നതായിട്ടുള്ള ദ്രുമങ്ങളെ കൊണ്ട് അലം ശോഭിതം അത്യന്തം ശോഭിതം, നന്നായി ശോഭിക്കുന്നു ആ ഉദ്യാനം, ഋതുമത്ത് എന്ന ഉദ്യാനം. അപ്പൊ ഇങ്ങനെ ആ ത്രികൂട പർവ്വതത്തെയും അവിടുത്തെ ഭൂപ്രകൃതിയെയും പിന്നെ വരുണന്റെ ഉദ്യാനമായ ഋതുമത്തിനെയും അവിടെയുള്ള പുഷ്പലതാദികള്, അതുപോലെ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ജലാശയത്തിലുള്ളതായിട്ടുള്ള ജീവികൾ, പക്ഷികൾ, അങ്ങനെയുള്ള എല്ലാറ്റിനെ കുറിച്ചും വർണ്ണിച്ചു. അപ്പൊ പ്രകൃതി വർണ്ണന അങ്ങനെ 19 ശ്ലോകങ്ങളെ കൊണ്ട് ത്രികൂട പർവ്വത വർണ്ണന. അപ്പോ എന്താ പറയുക, ഈ ഗജേന്ദ്രൻ ആള് മോശക്കാരനല്ല, മഹാസുഹൃതിയാണെന്നും കൂടി കാണിക്കാനാണ് ഈ ഒരു പശ്ചാത്തലം. പൂർവജന്മങ്ങളിൽ അദ്ദേഹം അനുഷ്ഠിച്ച തപസ്സിന്റെ ഫലമായിട്ടാണ് ഇവിടെ അദ്ദേഹത്തിന് ഈ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയിൽ വന്ന് ജനിക്കാനും അവിടെ ഗജേന്ദ്രനായി വിലസാനും കഴിയുന്നത്. യോഗഭ്രഷ്ടനാണ് അദ്ദേഹം. ഭഗവാൻ ഗീതയിൽ യോഗഭ്രഷ്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയണ്ടല്ലോ, അർജുനന്റെ ചോദ്യത്തിന് ഒരു സാധകൻ കുറെ കാലം സാധന ചെയ്ത് ലക്ഷ്യത്തിലെത്താതെ മോക്ഷം നേടാതെ മരണം സംഭവിച്ചാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? കാം ഗതിം കൃഷ്ണ ഗച്ഛതി, ഏത് ഗതിയാണ് കൃഷ്ണ ഗമിക്കുക എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറയുന്നുണ്ട്, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. കശ്ചിത് കല്യാണകൃത്ത്, എന്തെങ്കിലും ഒരു കല്യാണ മംഗളകാര്യം ചെയ്തതായിട്ടുള്ള ഒരാള് ദുർഗതിയെ പ്രാപിക്കില്ല. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വ ശാശ്വതീ സമാഹ, അല്ലേ? യോഗിനാം അല്ലെങ്കിൽ ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. യോഗഭ്രഷ്ടനായിരിക്കുന്ന ഒരാൾ യോഗികളുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ ശ്രീമാന്മാരായിരിക്കുന്നവരുടെ സമൃദ്ധന്മാരായിരിക്കുന്ന ഐശ്വര്യപൂർണന്മാരായിരിക്കുന്ന ആളുകളുടെ ഗൃഹത്തിൽ വന്ന് ജനിക്കുന്നു എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഗജേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഈ ശാപം കൊണ്ടാണെങ്കിലും അദ്ദേഹം വളരെ ഐശ്വര്യപൂർണമായൊരു ജീവിതമാണ് നയിക്കുന്നത്, എല്ലാ മൃഗങ്ങളുടെയും ആധിപത്യം വഹിച്ചുകൊണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഗജേന്ദ്രനിലേക്ക് വരുന്നു. ഇത്രയും നേരം പ്രകൃതി വർണ്ണന കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ കഥാനായകനിലേക്ക് വരുന്നത്. കഥാനായകനെ അവതരിപ്പിക്കുകയാണ്. രംഗം 1. തത്രൈകഥാ തദ്ഗിരികാനനാശ്രയഃ കരേണുഭിർവാരണയൂതപശ്ചരൻ സ കണ്ഡകാൻ കീചകവേണുഭേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ യദ്ഗന്ധമാത്രാദിഹരയോ ഗജേന്ദ്രാഃ വ്യാഘ്രാദയോ വ്യാളമൃഗാഃ സഗഡ്ഗാഃ മഹോരഗാശ്ചാഭിഭയാദ്രവന്തി സഗൗരകൃഷ്ണാശരഭാശ്ചമര്യഃ വൃകാവരാഹ മഹിഷർക്ഷശല്യാ ഗോപുച്ഛസാലാവൃഗമർക്കടാശ്ച അന്യത്ര ക്ഷുദ്രാ ഹരിണാശാദയഃ ചരന്ത്യബീതായതനുഗ്രഹേണ. ഇങ്ങനെ ആ ഗജേന്ദ്രനെ വർണ്ണിച്ച് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ് 3 ശ്ലോകങ്ങളെ കൊണ്ട്. തത്രൈകഥാ തദ്ഗിരികാനനാശ്രയഃ കരേണുഭിർവാരണയൂതപശ്ചരൻ സ കണ്ഡകാൻ കീചകവേണുവേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ. തത്ര, ഇത്രയും വർണ്ണിച്ച 19 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ച ആ ത്രികൂടാചലത്തിൽ എന്നർത്ഥമാണ്. അവിടെ ഏകദാ, ഒരു കാലത്ത്. അപ്പൊ അതിനു മുമ്പും പലരും ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ കാലശേഷം പലരും വന്നിട്ടുണ്ടാവും. ഇത് പഴയൊരു കഥ പറയുകയാണ്. സുഖബ്രഹ്മർഷി പണ്ട് നടന്നൊരു കഥ. എപ്പോഴാ നടന്നത് ഈ കഥ? 4ാമത്തെ മന്വന്തരത്തിൽ. ഇപ്പൊ എവിടെയായിരിക്കുന്നത്? 7ാമത്തെ മന്വന്തരത്തിൽ, അല്ലേ? അപ്പൊ 3 മന്വന്തരങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഏകദാ, ഒരിക്കൽ എന്ന് പറഞ്ഞു. കാലം എന്ന മഹത്തായ ഒരു സ്ക്രീനില് ഒരു ചെറിയ ഡോട്ട്, ഈ ഏകത. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് തദ്ഗിരികാനനാശ്രയ, ആ ഗിരിയും കാനനത്തെയും ആശ്രയിച്ചുകൊണ്ട്,
ആ ത്രികൂടാചലത്തെയും അവിടെയുള്ള ഉദ്യാനങ്ങളെ അല്ലെങ്കിൽ വനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഗിരികാനനാശ്രയ കരേണുഭിഹി വാരണയൂതപ ചരന്. കഥാനായകൻ വാരണയൂതപൻ. വാരണങ്ങൾ എന്നാൽ ആനകൾ. അപ്പൊ വാരണങ്ങളുടെ യൂതപൻ, ആനകളുടെ സമൂഹത്തിന്റെ നായകൻ, പാലകൻ എന്നൊക്കെ അർത്ഥമാണ് യൂതപൻ. യൂതങ്ങളെ പാലിക്കുന്നവൻ യൂതപൻ, സമൂഹങ്ങളെ രക്ഷിക്കുന്നവൻ നായകൻ എന്നർത്ഥത്തില് യൂത. അപ്പൊ വാരണയൂതപ ഗജേന്ദ്ര കരേണുഭിഹി ചരന്. കരേണുക്കൾ എന്നാൽ പിടിയാനകൾ. പിടിയാനകളോടുകൂടി ചരിക്കുന്നവനായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ആ ഗിരികാനനത്തിൽ വസിച്ചുകൊണ്ട് ഒരു വാരണയൂതപൻ തന്റെ കൂട്ടുകാരികളായ പിടിയാനകളോടുകൂടി സഞ്ചരിച്ചിരുന്നു. സ കണ്ടകാൻ കീചക വേണുവേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിലൊക്കെ ഉള്ള സസ്യലതാദികളെയൊക്കെ ബാധിച്ചുകൊണ്ട്, പ്രരുജൻ എന്ന് പറഞ്ഞാല് രുക്ക് എന്നുള്ളതായിട്ടുള്ള ശബ്ദം രോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ പ്രരുജൻ എന്ന് പറഞ്ഞാലോ എല്ലാറ്റിനെയും ശാപ്പിട്ടുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട്, ഒരു ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്ന പോലെ എന്ന് പറയില്ലേ. പക്ഷെ എന്തായാലും പ്രകൃതി പിന്നെയും പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവിടെ സസ്യലതാദികള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും വനസ്പതീൻ പ്രരുചൻ, ആ വനസ്പതികളെ വൃക്ഷങ്ങളെയൊക്കെ കുത്തി വീഴ്ത്തുകയൊക്കെ ചെയ്യും. മതയാനകൾ സഞ്ചരിക്കുമ്പോ വഴിയിൽ എന്ത് തടസ്സം കണ്ടാലും അതിനെയൊക്കെ വാരണം ചെയ്യും, തട്ടി മാറ്റുന്നർത്ഥം. അതുകൊണ്ടാണ് അതിന് വാരണങ്ങൾ എന്ന് പേര്. എല്ലാറ്റിനെയും നിവാരണം ചെയ്തുകൊണ്ട്, എല്ലാറ്റിനെയും ഭേദിച്ചുകൊണ്ട്, ഭേദിക്കുന്നത് കൊണ്ട് ഇഭം എന്ന് പേര്. വഴിയിൽ വൃക്ഷങ്ങളൊക്കെ കണ്ടാൽ തടസ്സമായിട്ട് തോന്നിയാല് മാറി നിൽക്ക് വൃക്ഷമേ എന്ന് പറഞ്ഞ് ഒരു കുത്തി തള്ളിയിട്ടിട്ട് അതിന്റെ മുകളിലൂടെ ചവിട്ടി നടന്നു പോകും. അപ്പോ ഈ ആനയ്ക്ക് ഇങ്ങനെ ഓരോ പേരും ഓരോ കാരണം കൊണ്ടാണ് അല്ലേ. തുമ്പിക്കൈ കൊണ്ട് കുടിക്കുന്നതുകൊണ്ട് ദ്വിപം എന്ന് പേര്. ദ്വാഭ്യാം പിബതി, 2 പ്രാവശ്യമായിട്ട് കുടിക്കുന്നു. തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുക്കണു, പിന്നെ കുടിക്കുന്നു. ഇങ്ങനെ ഓരോ പേരുകളും. ഇഭം എന്നുള്ളതാണ് ഇവിടെ അന്വർത്ഥം. എന്താണ്? എല്ലാറ്റിനെയും ഭഞ്ചിച്ചുകൊണ്ട് നടക്കുന്നവൻ, തകർത്തുകൊണ്ട് നടക്കുന്നവൻ മതയാനയാണ്. അപ്പോ അവൻ വനസ്പതിയും പ്രരുജൻ, വഴിയിലുള്ള വനസ്പതികളെയൊക്കെ ബാധിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട്. എന്തിനേക്കാ? സ കണ്ടകാൻ വനസ്പതി. കണ്ടകങ്ങൾ എന്ന് പറഞ്ഞാല് മുള്ളുകളൊക്കെ നിറഞ്ഞ എന്താ പറയാ, ഈറ്റക്കാടുകള്, മുളങ്കാടുകള് ഒക്കെ ഉണ്ടാവും. ഇനി മരങ്ങളിലും മുള്ളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയും അതാണ് കീചക വേണു വേത്രവത്. കീചകം എന്ന് പറഞ്ഞാലും വേണു എന്ന് പറഞ്ഞാലും വേത്രം എന്ന് പറഞ്ഞാലും പലതരത്തിലുള്ള മുളകളാണ്. മുളയുടെ പര്യായമാണ് കീചകം, വേണു, വേത്രം ഒക്കെ. ഓടകള്, മുളകള്, നല്ല എന്താ പറയാ കട്ടിയുള്ള മുളകളുണ്ട്. ഓടകള് എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായിട്ടുള്ള മുളകളുണ്ട്. കരിങ്ങാലി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വർഗത്തിൽപ്പെട്ടതായിട്ടുള്ള മുളകളുണ്ട്. അങ്ങനെയുള്ള സ കണ്ടകാൻ കീചക വേണു വേത്രവത് വിശാല ഗുൽമ, വിശാലങ്ങളായ ഗുൽമങ്ങളെയും പടർന്നിരിക്കുന്ന കുടിലുകള്, വള്ളിക്കുടിലുകള്. അപ്പൊ ഈ വൃക്ഷങ്ങളിലൊക്കെ വള്ളിക്കുടിലുകൾ വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവും, വല വിരിച്ച പോലെ. അപ്പൊ അവയെയൊക്കെ തട്ടി തകർത്തുകൊണ്ടും കാനനത്തിലുള്ള മറ്റു വനസ്പതികളെയൊക്കെ തട്ടി തകർത്തുകൊണ്ടും നേതാവായി മതിച്ചുകൊണ്ട് മുമ്പേ നടക്കും മറ്റ് പിടിയാനകള്, കുട്ടിയാനകളൊക്കെ കൂട്ടത്തിൽ പുറകെ ഉണ്ടാവും. അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ യദ്ഗന്ധമാത്രാത് ഹരയോ ഗജേന്ദ്രാഹ വ്യാഘ്രാദയോ വ്യാളമൃഗാസഗഡ്ഗാ മഹോരകാശ്ചാഭിഭയാദ്രവന്തി സഗൗരകൃഷ്ണാ ശരഭാശ്ചമര്യഃ വൃഗാവരാഹ മഹിഷക്ഷശല്യാഃ ഗോപുച്ഛസാലാവൃകമർക്കടാശ്ച അന്യത്ര ക്ഷുദ്രാ ഹരിണാ ശശാദയഃ ചരന്ത്യബീതായതനുഗ്രഹേണ. ഈ ഗജേന്ദ്രന്റെ ഗന്ധം, മതഗന്ധം ഇങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവരെയൊന്നും തേച്ച് കുളിപ്പിക്കാനും ആരുമില്ലല്ലോ. അപ്പൊ ഗന്ധം നല്ലോണം ഉണ്ടാവും. കുളിക്കാത്ത ആനയുടെ ഗന്ധം, മതം പിടിച്ചു നിൽക്കുന്ന ആനയുടെ ഗന്ധമൊക്കെ ഭയങ്കര ഗന്ധമാണ്, നമുക്ക് ദൂരേക്ക് കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ള യത് ഗന്ധമാത്രാത്, ഈ ആനയുടെ ഗന്ധം കേൾക്കുന്ന അവസ്ഥയിൽ, ആ ഗന്ധം അനുഭവിക്കുന്ന മാത്രയിൽ തന്നെ ഹരയഃ, ഹരികൾ എന്ന് പറഞ്ഞാല് സിംഹങ്ങൾ,
ഗജേന്ദ്രാഹ മറ്റ് ആനകൾ, കൊമ്പനാനകള്, വ്യാഘ്രാദയ പുള്ളിപ്പുലി മുതലായ വന്യമൃഗങ്ങള്, വ്യാളമൃഗാഹ വ്യാളങ്ങൾ എന്ന് പറഞ്ഞാല് മറ്റ് സർപ്പങ്ങള്, അതുപോലെ മറ്റ് ക്രൂരമൃഗങ്ങള് എല്ലാം തന്നെയും, മഹോരഗാഹ വലിയ മഹാസർപ്പങ്ങള്, സ ഗൗരകൃഷ്ണാഹ ഗൗരകൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്തതും കറുത്തതുമായിരിക്കും, ഗൗരം വെളുത്തത്, കൃഷ്ണം കറുത്തതായിരിക്കുന്ന മാനുകള് അങ്ങനെയുള്ളത്. അതുപോലെ ശരഭാഹ ശരഭങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള എന്താ പറയുക മാനിനെ പോലെ തന്നെയുള്ള മറ്റൊരു ജന്തുവാണ്. ചമര്യ ചമരികൾ, ചമരീ മൃഗം യാക്ക് എന്ന് പറയുന്നതായിട്ടുള്ള മൃഗങ്ങളാണ്. അങ്ങനെയുള്ള വലിയ മൃഗങ്ങളൊക്കെ ഈ ആനയുടെ മണം കേൾക്കുമ്പോഴേക്കും തന്നെ ഭയാത് ദ്രവന്തി ഭയം കൊണ്ട് ദ്രവിക്കുന്നു, ഓടിപ്പാഞ്ഞു പോകുന്നു. ഇപ്പൊ വലിയ വലിയ മൃഗങ്ങൾക്ക് ശരീരഭാരമുള്ളവര്, ശരീര വലുപ്പമുള്ളവര് ഒക്കെ ഈ ആനയുടെ വഴിയിൽ എവിടെയും അടുത്തെവിടെയും നിൽക്കാൻ ധൈര്യപ്പെടുന്നില്ല. മണം കേൾക്കുമ്പോഴേക്കും പാഞ്ഞു പോകുന്നു. എന്നാൽ മറ്റ് ചെറിയ മൃഗങ്ങൾ അവർക്ക് വളരെ രക്ഷകനാണ് ഇദ്ദേഹം. അതുകൊണ്ട് അവർ ധൈര്യസമേതം സഞ്ചരിക്കുന്നതാണ്. മൃഗാ വരാഹ മഹിഷ ഋക്ഷശല്യാഹ ഗോപുച്ഛ സാലാവൃഗ മർക്കടാശ്ച അന്യത്ര ക്ഷുദ്രാ ഹരിണ ശശാദയ ചരന്തി അബീതാഹ യദനുഗ്രഹേണ. യദനുഗ്രഹേണ ഏതൊരുവന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ സാന്നിധ്യം കൊണ്ട്, ഈ ഗജേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് അബീതാഹ ചരന്തി ഭീതി കൂടാതെ സഞ്ചരിക്കുന്നു, ഭയമില്ലാതെ സഞ്ചരിക്കുന്നു. കാരണം കൂടുതൽ ക്രൂരതയുള്ള മൃഗങ്ങളെയൊക്കെ, വലിയ വന്യമൃഗങ്ങളെയൊക്കെ ഈ ഗജേന്ദ്രന്റെ സാന്നിധ്യം അകറ്റിയിരിക്കുന്നു. ഗജേന്ദ്രനെ പേടിച്ച് ഈ വലിയ മൃഗങ്ങളൊക്കെ ഓടിപ്പോകുന്നു. അപ്പൊ മറ്റ് ചെറിയ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെന്നായിക്കളാണ്, വരാഹങ്ങൾ കാട്ടുപന്നികളാണ്, മഹിഷങ്ങൾ പോത്തുകളാണ്, വൃക്ഷങ്ങൾ കരടികളാണ്, ശല്യങ്ങൾ മുള്ളംപന്നികളാണ്, ഗോപുച്ഛം പശുവിന്റെ വാല് പോലെയുള്ളതായിട്ടുള്ള മൃഗങ്ങൾ, അതുപോലെ സാലാവൃഗങ്ങൾ എന്ന് പറയുന്ന ചെറിയ കുറുനരികളും മറ്റുമൊക്കെയാണ്. മർക്കടാശ്ച എന്ന് പറഞ്ഞ കുരങ്ങന്മാര്, അങ്ങനെയുള്ള ക്ഷുദ്രാഹ നിസ്സാരന്മാരായിട്ടുള്ള ഹരിണാഹ ഹരിണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മാനുകള്, ശശാദയ ശശം മുയലുകളാണ്. അപ്പൊ ശശാദയ മുയലുകൾ മുതലായവ അന്യത്ര മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്നർത്ഥം. മറ്റവരൊക്കെ പേടിച്ചോടുമ്പോൾ ഇവിടെ അന്യത്ര അബീതാഹ ചരന്തി യദനുഗ്രഹേണ ഈ ഗജേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് ഭയരഹിതരായിട്ട് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നു. കാരണം ഇവരെയൊന്നും ഗജേന്ദ്രൻ മൈൻഡ് ചെയ്യാറില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇത്തിരി ബലമുള്ള വലിയ ജന്തുക്കളെയൊക്കെ കാണുമ്പോഴാണ് വിരട്ടി ഓടിക്കും. അപ്പൊ അവർക്ക് ഈ ഗജേന്ദ്രന്റെ അടുത്ത് നിൽക്കാൻ നേരെ വരാനൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് വലിയ മൃഗങ്ങളെല്ലാം പാഞ്ഞു പോകും. ചെറിയ മൃഗങ്ങളൊക്കെ ഇദ്ദേഹത്താൽ രക്ഷിതരെന്ന പോലെ കാട്ടില് സുഖമായി മേഞ്ഞു നടന്നിരുന്നു. ഇനി ഇതാ പ്രധാന കഥയിലേക്ക് വരികയാണ്. രംഗം 2 എന്ന് പറയും പോലെ. എന്താണ്? ഒരു വേനൽക്കാലം. ആ വേനൽക്കാലത്ത് എല്ലാ ജലാശയങ്ങളും വറ്റി. അപ്പൊ ഇവരെല്ലാം ദാഹിച്ച് വലഞ്ഞ് ജലാശയം അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ആ വിശേഷപ്പെട്ട സരസിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. അല്ല, ഇന്ന് വൈകുന്നേരം ആവാം. ഇന്ന് വൈകുന്നേരം എവിടെയും പോകില്ല, വൈകുന്നേരം കാണാം. 23 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വൈകുന്നേരം കാണാം. ഇന്നവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. 2-3 പേര് ഇവിടെ വന്നിട്ടുണ്ട് കാണാനും മറ്റുമൊക്കെ ആയിട്ട്. ആലുവയിൽ നിന്ന് നമ്മുടെ ക്ലാസ് യൂട്യൂബിലൂടെ റെഗുലറായിട്ട് കാണുന്ന രവി നായർജി, അതുപോലെ വേറെയും ചിലരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണട്ടെ. വൈകിട്ട് നമുക്ക് കാണാം. ഹരി നാരായണ.
ഹരി ഓം നമസ്തേ.